أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. الله سبحانه وتعالى പരിശുദ്ധ ഖുർആനിൽ രണ്ട് കൂട്ടക്കാരുടെ ചരിത്രങ്ങളും പറഞ്ഞിട്ടുണ്ട്. അഹ്ലുൽ ഖൈറും അഹ്ലുൽ ശർറും. ഖൈറിന്റെ അഹ്ലുകാരുടെ ചരിത്രം പറയുന്നത് നമ്മൾ അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് അതുപോലെ ആവാനാണ്. എന്നാൽ ഫിർഔൻ, ഖാറൂൻ, ഹാമാൻ, ശൈത്താൻ ഇവരുടെ എല്ലാം കഥ പറയുന്നത് അവരേതൊരു കാര്യം കൊണ്ടാണോ അള്ളാഹു വെറുത്തത്, അള്ളാഹു അവരെ അകറ്റിയത്, അത് വന്നു പോവാതെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ രണ്ടർത്ഥത്തിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുണപാഠമുണ്ട്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. ബുദ്ധിയുള്ളവർക്ക് അവരുടെ ചരിത്രങ്ങളിൽ ഗുണപാഠമുണ്ട്. അതിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടക്കാരനായിരുന്ന ഖാറൂനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൽ ഖസസിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു. കാരണം ഖാറൂനുമായി ബന്ധപ്പെട്ട ഖിസ്സയിൽ ഇന്ന് ദുനിയാവിൽ ജീവിക്കുന്ന ആളുകൾക്ക് വലിയ പാഠമുണ്ട്. കാരണം അന്നത്തെ ഖാറൂനെ പോലെ ഇന്നും കുറെ ഖാറൂനുമാരുണ്ട്. അപ്പൊ അയാൾക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ. അയാൾ ഏതൊരു കാര്യത്തിലാണോ അള്ളാഹുവിൽ നിന്നും അകന്നത്, ആ അകൽച്ച നിങ്ങൾക്ക് വരാതിരിക്കട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കഥ പറയുന്നതിന്റെ ഇടയിലുള്ള ലക്ഷ്യം അതാണ്. ഖാറൂൻ കാന മിൻ ഖൗമി മൂസ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയിൽപ്പെട്ട മൂസ നബിയുടെ കുടുംബക്കാരനാണ്. പ്രബലമായ മുഫസ്സിറുകളുടെ അഭിപ്രായ പ്രകാരം കാന ബിനു അമ്മിഹി, മൂസ നബി അലൈഹി സ്വലാമിന്റെ എളാപ്പന്റെയോ അല്ലെങ്കിൽ മൂത്താപ്പന്റെയോ മോനാണ് ഖാറൂൻ. ഓന്റെ ശരിക്കുള്ള പേര് ഖാറൂൻ ഇബ്നു യസ്ഹർ ഇബ്നു ഖാഹിസ്. മൂസ നബിയുടെ പേര് മൂസ ബിനു ഇമ്രാൻ, മൂസ ബിനു ഇമ്രാൻ ഇബ്നു ഖാഹിസ്. ഇപ്പൊ മൂസ നബിന്റെ ഉപ്പയും ഖാറൂന്റെ ഉപ്പയും ഖാഹിസിന്റെ രണ്ട് മക്കളാണ്, ദേശാനുജന്മാരാണ്. അപ്പൊ അത്രയും അടുത്ത ബന്ധമുണ്ട്. ഈ സാധാരണ ദുനിയാവിന്റെ ഒരു സെറ്റപ്പ് അനുസരിച്ച് മനുഷ്യന്മാർക്ക് ഏറ്റവും അധികം പ്രയാസമാവുക സ്വന്തം ചോരയിലുള്ള ആളുകൾ ചതിക്കുമ്പോഴും അല്ലെങ്കിൽ വഴിതെറ്റി പോകുമ്പോഴും ആണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖാറൂന്റെ വിഷയത്തിൽ അതനുഭവിച്ച ആളാണ്. അതായത് സമൂഹത്തിലെ ഏതോ ഒരാളല്ല, പരിശുദ്ധ ഖുർആനിൽ ആക്ഷേപിക്കപ്പെടുന്ന തരത്തിൽ മോശക്കാരനായത്. മൂസ നബി എന്ന റിസാലത്ത് നൽകപ്പെട്ട, തൗറാത്ത് എന്ന കിതാബ് നൽകപ്പെട്ട ഒരു പ്രവാചകന്റെ, ഒരു റസൂലിന്റെ സ്വന്തം പൃഥിവ്യന്റെ മോനാണ് ഖാറൂൻ. അപ്പൊ ഇതിന് മനസ്സിലാകുന്ന മറ്റൊരു സംഗതി, കുടുംബം, തറവാട്, അതല്ലെങ്കിൽ പൈതൃകം, പാരമ്പര്യം, ഇതൊന്നും ഒരാൾക്ക് ഹിദായത്ത് കിട്ടാനും അയാൾ രക്ഷപ്പെടാനും കാരണമേ അല്ല. ഒരാളെ സംബന്ധിച്ച് അയാളാ ഇന്ന കുടുംബത്തിൽ പെട്ടളാണ്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ പെൺമക്കൾക്ക് പുതിയാപ്പിളിനെ അന്വേഷിക്കുമ്പോൾ ചിലപ്പം തറവാട് ഭയങ്കരമായിട്ട് നോക്കുന്ന ആൾക്കാരുണ്ടാവും. എന്നാൽ ഓനോ ആ തറവാട്ടിൽപ്പെട്ട ആളായിരിക്കും, പക്ഷെ ഓനങ്ങനത്തെ ആളാണ്, അത് ചിലപ്പോൾ നോക്കൂല. തറവാട് മഹിമ നോക്കിയിട്ട് ഇന്ന കുടുംബത്തിലാണ് എൻ്റെ മോളെ പുതിയാപ്പിള എന്ന് പറയാൻ അതിൽ കാര്യമില്ല. അതിലെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചോരയായ ഖാറൂൻ ഏറ്റവും നല്ല മനുഷ്യനായി മുത്തഖിയായി ജീവിക്കേണ്ട ആളാണ്. പക്ഷെ നേരെ ഉൾട്ടേ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തരുന്നത്. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ. എന്തായിരുന്നു ഖാറൂന് സംഭവിച്ച വലിയ ഒരു അബദ്ധം? ഫബഗാ അലൈഹിം, കിബ്റായി പോയി, അഹങ്കാരം. അത് അള്ളാഹു പൊറുക്കൂല, സഹിക്കൂല. സഹിക്കൂല എന്ന് പറഞ്ഞാൽ അത് അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട ഒരു മേൽമുണ്ടാണ് അള്ളാഹുവിന്റെ കിബർ. വലഹുൽ കിബ്രിയാഉ ഫിൽ അർദ്.
ഭൂമിയിൽ അഹങ്കരിക്കാൻ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ അഹങ്കാരം കാണിക്കാനുള്ള അർഹത ആ പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ മാലിക്കായ അള്ളാഹുവിന് മാത്രമാണ്. ഒരു അടിമ എടുത്തിട്ട് അണിതാൽ അള്ളാഹു അത് സഹിക്കൂല എന്ന് പറഞ്ഞാൽ അള്ളാഹു അത് സമ്മതിച്ചു കൊടുക്കൂല. ആ കിബറിന്റെ പേരിൽ അവനെ ഇകഴ്ത്തി നിന്യനാക്കിയിട്ടേ മരിപ്പിക്കുള്ളൂ. നാളെ ആഖിറത്തിലോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കൂല. മുവഹിദുകളോടായി പറയുന്നു. മുശ്രിക്കായ കാഫിറായ ഒരുത്തൻ കിബർ കാണിച്ചാൽ ഓൾറെഡി കിബറില്ല ഉള്ളത്, പിന്നെ ഒരു പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ. കിബറിന്റെ ഒരു അണുവിന്റെ തൂക്കം കിബർ മനസ്സിലുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പോകില്ല. മാത്രമല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ മഹ്ശറിൽ അവനെ അള്ളാഹു ഹാജരാക്കുന്നത് ഒരണുവിന്റെ വലുപ്പത്തിലായിരിക്കും. ദുനിയാവിൽ ഭയങ്കര ആചാരഭാവമായിരിക്കും. പക്ഷെ അള്ളാഹ് നാളെ മഹ്ശറിലോ വരുന്നത് അണുവിന്റെ അളവിൽ ആളുകളുടെ കാലിനടിയിലായിരിക്കും അവന്റെ സ്ഥലം. എന്താ കാര്യം? ഇവിടെ ആളുകളുടെ മുകളിൽ നിൽക്കാൻ വേണ്ടി മെനക്കെട്ട ആളാണ്. നാളെ ആഖിറത്തിൽ അള്ളാഹു നേരെ തിരിച്ചാക്കും. നിന്ദതയാണ്, ഖിസിയാണ്. അള്ളാഹു കാക്കട്ടെ. ഇത് പറഞ്ഞപ്പോഴാണ് സഹാബാക്കൾ ചോദിച്ചത്. അവർക്ക് പേടിയായി. ചോദിച്ചു, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളിൽ ഒരാൾ അയാളുടെ യുഹിബ്ബു അൻ യകൂന സിയാബഹു അഹ്സൻ, ധരിക്കുന്നതോ നല്ല വസ്ത്രമാവാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. നല്ല കുപ്പായം വാങ്ങിയിടുന്ന ആള്. വഅൻ യകൂന നഅലഹു ഹസനൻ, ധരിക്കുന്ന ചെരുപ്പ് വളരെ നല്ല ചെരുപ്പാവണം എന്ന് കൊതിക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെ കൂട്ടത്തിലുണ്ടല്ലോ. ബ്രാൻഡിന്റെ ആൾക്കാരുണ്ടാവുമല്ലോ. ഇത് കിബറായി പോകുമോ? സഹാബത്തിന് പേടിയായി. അന്നേരം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇല്ല, അത് കിബറല്ല, മറിച്ച് അതെന്താണ്? ശുക്റാണ്. അത് ശുക്റാണ്. അത് അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ പിശുക്കനാണ് അവൻ, ബഖീൽ. ബുഖ്ലിന്റെ നിർവചനം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു കാക്കട്ടെ. ഭയങ്കര ശക്തമായ നിർവചനം പറഞ്ഞു. അതായത് അല്ലദീന യബ്ഖലൂൻ, പിശുക്ക് കാണിക്കുന്ന ആളുകൾ, വയഅ്മുറൂന അന്നാസ ബിൽ ബുഖൽ, ജനങ്ങളെ ആ പിശുക്ക് കാണിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ആളും. എങ്ങനെയാ? എന്തിനാണ് ഇത്രയെല്ലാം പൈസന്റെ വാങ്ങിയിട്ടിരുന്ന്? ചെരുപ്പ് ഷൂ ഇപ്പൊ ഏതിട്ടാലും കാല് മറക്കാൻ, വേറൊന്നുമില്ലല്ലോ ചവിട്ടാൻ. പിന്നെന്തിനാ വലിയ പൈസന്റെ, പിന്നെന്തിനാ വലിയ ബ്രാൻഡിന്റെ ഷൂ വാങ്ങുന്നത്? 500 റുപ്യന്റെ വാങ്ങിയ പോരെ? കുറച്ച് പൈസ എടുത്തു വെച്ചെങ്കിൽ അടുത്ത സീസണിൽ കച്ചവടം ഇറക്കിക്കൂടെ? അങ്ങനെ ചിലപ്പോ നമ്മുടെ നന്മ ഉദ്ദേശിക്കാനായി പറയുന്ന പോലെ ആയിരിക്കും പറയുക. വയഅ്മുറൂന അന്നാസ ബിൽ ബുഖൽ. പക്ഷെ അവര് ചെയ്യുന്ന എന്താണെന്നറിയോ? വയക്തുമൂന മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അള്ളാഹു അവനോട് ചോദിക്കാണ്ടും പറയാണ്ടും ഔദാര്യമായിട്ട് ഓന് കൊടുത്ത നിഅമത്തിനെ ഓനെ ഒളിപ്പിച്ചു വെക്കുകയാണ്. അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അഥറ നിഅമിഹി അലാ അബ്ദി, അള്ളാഹു അവന്റെ അടിമക്ക് കൊടുത്ത നിഅമത്തിന്റെ അടയാളം ആ അടിമയിൽ കാണാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇസ്രാഫ് ആവാനും പാടില്ല. വലാ തുബസ്സിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ബറക്കല്ലാഹു ഫീക്. നിങ്ങൾ അമിതവ്യം ചെയ്യരുത്, കാരണം അവർ പിശാചിന്റെ ആളുകളാണ്. ശൈത്താൻ ഇസ്രാഫ് കാണിക്കുന്നവർ. ആ ഇസ്രാഫിൽ പെട്ടതാണ് എൻഗേജ്മെന്റ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ അല്ലേ? ഉറപ്പിക്കല് ഇസ്രാഫാണ്. കാരണം കല്യാണം എന്നത് ഇബാദത്താണ്. കല്യാണവുമായി ബന്ധപ്പെട്ട് കല്യാണം ഉറപ്പിക്കൽ എന്ന പരിപാടി ദീനിലില്ലാത്തതാണ്. അതും ഇന്ന് കല്യാണം പോലെയായി. എത്ര വലിയ വിരോധാഭാസമായി എന്നറിയോ? നാളെ നിക്കാഹ് നടന്നാൽ ഒരു മാപ്പിളയും വീടുമായി. നാളെ നിക്കാഹ് നടന്നാൽ നടക്കുന്ന ഒരുറപ്പില്ല. ഈ കൂട്ടിക്കൊടുപ്പുകാരനായ ഉപ്പ, ഞാൻ അങ്ങനെ പറയും, കൂട്ടിക്കൊടുപ്പാണെന്ന് മനസ്സിലായോ? രാത്രി 1 മണിക്ക് മോളെ കൈമേൽ കാറിന്റെ കീ കൊടുക്കുകയാണ്. മോളെ നീ ഒരു എന്താണ് എന്ത് സർപ്രൈസ്, എന്താണ് എന്ത് വിസിറ്റ് എന്നാ പറയാ? സർപ്രൈസ് വിസിറ്റ്. 1 മണിക്ക് എന്ത് ചെയ്യാ? മാപ്പിള്ള പുരക്കേക്ക് ഇവള് കാറ് ഓടിച്ചിട്ട് പോവാ. ബെല്ലടിക്കുക മാപ്പിള്ള റൂമിന്റെ. ഒന്ന് തുറക്കുമ്പോ നാളെ കെട്ടാനുള്ള പെണ്ണുണ്ട് ഒരു മുമ്പിൽ നിൽക്കുന്നത്.
എന്തർത്ഥത്തിലാ? മലവെള്ളപ്പാച്ചലിൽ ഒഴുകി വന്ന വെറും ചണ്ടികൾ. ആര്? മുസ്ലിം ഉമ്മ. ഒരു ഇസ്സത്ത് അള്ളാഹ് തന്നിട്ടുണ്ട്. നമ്മുടെ ദുനിയാവിന്റെ നിസ്സാരമായ സുഖത്തിന് വേണ്ടി ആ ഇസ്സത്തിനെ മൊത്തത്തിൽ കുളത്തിലിട്ട്. കല്യാണവുമായി ബന്ധപ്പെട്ട ഏറ്റവും വൃത്തികേട് ഇന്ന് കാണിക്കുന്നത് മുസ്ലിം ഉമ്മത്താണ്. ബാക്കിയുള്ളവന് പിന്നെയുണ്ട് കുറച്ച് ഒരു അച്ചടക്കം. പെണ്ണ് കാണാൻ പോക്ക് സുന്നത്താണ്. ആര്? ഇത് ചെക്കൻ്റെ അനിയനാ പോകുന്നു ഏട്ടന്റെ പെണ്ണെ കാണാൻ. പിന്നെ കുറച്ച് ഫ്രണ്ട്സും, അതിൽ രാമനും ഉണ്ട്, കൃഷ്ണനും ഉണ്ട്, ജോസഫും ഉണ്ട്, ഖാദറും ഉണ്ട്, ജബ്ബാറും ഉണ്ട്. എന്നിട്ട് അവന് പെണ്ണെ കണ്ടിട്ട് ഇവന് വീഡിയോ കോള് ഗൾഫിലേക്ക്. മോനെ നിന്റെ മുതൽ നമ്മൾ കണ്ടടാ, സൂപ്പർ മുതൽ, നീ ഓക്കെ, നമ്മളോക്കെ. അപ്പൊ എന്നാ പിന്നെ ഞാനും ഓക്കെ. മുസ്ലിം ഉമ്മ. അള്ളാഹു ഉമ്മത്തിനെ കാക്കട്ടെ. നമ്മൾ വിചാരിക്കും ചെറിയ സംഗതിയാണ്, പക്ഷെ വലിയ ധിക്കാരം അള്ളാഹു വെച്ച് പൊറുപ്പിക്കൂല. അതിന്റെ നടപടി വന്നാൽ എല്ലാരും മൊത്തത്തിൽ അനുഭവിക്കേണ്ടിയും വരും. നമ്മൾ അതിന് കൂട്ടിക്കാൻ പാടില്ല. അങ്ങനത്തെ പരിപാടിക്ക് വിളിച്ചാൽ പൊയ്ക്കൂടാ. ഇനി അഥവാ പോയാൽ ചില ഉലമാക്കൾ പറഞ്ഞു, എന്തിനേ പോകാവൂ? നസീഹത്തിനേ പോകാവൂ. അവിടെ പോയിട്ട് പറഞ്ഞു കൊടുക്കാൻ, എന്നിട്ട് ഇറങ്ങി വരണം. നീ ചെയ്ത ശരിയല്ല, അനിസ്ലാമികമാണ്, ഇങ്ങനത്തെ പരിപാടിന്റെ പുരക്ക് നടത്താൻ പാടില്ല, നീ ചെയ്തത് തെറ്റാണ്, നീ തൗബ ചെയ്തോളിൻ, അള്ളാഹു നിന്നെ ശിക്ഷിക്കാതിരിക്കട്ടെ, അസ്സലാമു അലൈക്കും. പച്ചവെള്ളം കുടിക്കാൻ പാടില്ല. നസീഹത്ത് ചെയ്യാൻ പറ്റാത്ത ആളാണെങ്കിലോ പോവാൻ പാടില്ല, ബഹിഷ്കരിക്കണം. കാരണം ഒരു തൗഹീദുള്ള ആളുടെ, സുന്നത്ത് ഇത്തിബാ ചെയ്യുന്ന ആളുടെ ബഹിഷ്കരണം ദഅവത്താണ്. ബഹിഷ്കരണം ദഅവത്താണ്. ആൾക്കാർ ചോദിക്കുമല്ല, മറ്റേ അയാൾ വന്നിട്ടാ, നിങ്ങളെ വളരെ സെക്രട്ടറിയെ കണ്ടിട്ടില്ലല്ല, അയാളെന്താ വരാന്? അയാൾ അനിസ്ലാമികമായ പരിപാടിക്കൊന്നും പങ്കെടുക്കൂല. അപ്പൊ നിന്റെ വരക്കുള്ള അനിസ്ലാമിക പരിപാടി ആയിരുന്നല്ലേ? അതുകൊണ്ടാ ദീനിന്റെ ആൾക്കാരും വരാത്തത്, അതുകൊണ്ട് അള്ളാനെ പേടിക്കുന്ന ആരും വരാത്തത്. അത് ജനങ്ങൾക്ക് ചിന്തിക്കാൻ കാരണമാവണം. പൂർണ്ണ ബഹിഷ്കരണം ഏർപ്പെടുത്തണം അങ്ങനത്തെ പരിപാടി. 200 ആള് ബിരിയാണി വെച്ചാൽ 20 ആള് മാത്രമേ തിന്നാൻ, കുടുംബക്കാരും മാത്രമേ തിന്നാൻ, ബാക്കി 180 ബിരിയാണി വേസ്റ്റ് ആവണം. അപ്പൊ തിരിയും. നമ്മള് കിട്ടാൻ കാത്തിക്കില്ലെന്ന്. നല്ലൊരു മട്ടന്റെ മന്തിയാ പൊരിച്ചു വെച്ചെങ്കിലും എൻ്റെ ഉപ്പ പറയുന്നുണ്ട്, കണ്ടതെല്ലാം തിന്നുന്നവന്റെ പേരെന്താ അറിയോ? 4 കാലും 1 വാലുമുള്ള ജീവിയുടെ ജോലിയാണെന്ന് ഉപ്പ പറയുന്നത്. 4 കാലും 1 വാലുമുള്ള ജീവിയാണ് കണ്ടതെല്ലാം പോയിട്ട് തിന്നുക. 2 കാലുള്ള മനുഷ്യൻ കണ്ടതെല്ലാം പോയിട്ട് തിന്നൂല. കാരണം അല്ലാഹ് എന്ത് പറഞ്ഞിട്ടുണ്ട്? കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും, നിങ്ങൾ നല്ലതേ തിന്നാവൂ. എൻഗേജ്മെന്റിന്റെ ഫുഡ് നല്ല ഫുഡല്ല. അത് ഇസ്ലാമിൽ ഒരു പുതിയ ആചാരം, അല്ലെങ്കിൽ മറ്റു മതസ്ഥരുടെ ആചാരത്തെ കടത്തിക്കൂട്ടി ഉണ്ടാക്കിയ ഫുഡാണ്. അത് കഴിക്കാൻ പാടില്ല. എല്ലാവരും കളിതമാശയായി പോയി ദീന്. ദീൻ കളിയല്ല എന്നാ ഖുർആൻ. അല്ലാഹു ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനെ കൊണ്ട് കളിക്കരുത്, എന്തെല്ലോ കളിതമാശയാക്കരുത് ദീനിനെ. ദീൻ അള്ളാന്റെ കൃത്യമായ നിർദ്ദേശമാണ്. അത് വളരെ കണിശമായി ഗൗരവത്തിൽ വേണം നിങ്ങൾ പാലിക്കാൻ. അതുകൊണ്ട് ഇസ്രാഫും കാണിച്ചുകൂടാ. അള്ളാഹു തന്ന നിഅമത്തിന് വലീമയോ, ഒരു വലിയ പൈസക്കാരനാണെന്ന് വെച്ചോ, 10,000 ആൾക്കാരെ വിളിച്ചിട്ട് വലീമ കൊടുത്തോ, ഭക്ഷണം കൊടുത്തോ, ഒരു പ്രശ്നമില്ല. മാത്രമല്ല അത് തിന്നാൻ വേണ്ടിയിട്ട് പോണം. വലീമക്ക് വിളിച്ചാൽ അത് തിന്നാൻ പോണം. പക്ഷെ പരീക്ഷ ഉണ്ടോ നോക്കണം കേട്ടോ. ഹലാലാണെങ്കിൽ വലീമക്ക് വിളിച്ചാൽ പോവണം, പോയിട്ട് തിന്നണം. കാരണം വലീമ ഇബാദത്താണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മദീനയിൽ കല്യാണം കഴിച്ചു. ആരാ? അശ്റത്തുൽ മുബശ്ശിരീനാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളിൽ ഒരാൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കൈമലിലൂടെ ഇസ്ലാമിലേക്ക് വന്ന 3ാമത്തെ ആൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, സഅദ് ബിൻ അബി വഖാസ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അജ്മഈൻ. അദ്ദേഹം മക്കത്ത് നിന്ന് മദീനയിലേക്ക് ഹിജറ പോയത് കോടിക്കണക്കിന് വരുന്ന സ്വത്ത് മക്കത്തിട്ടിട്ടാണ്. മദീനത്തെത്തുമ്പോക്ക് ഫക്കീറാണ്. ഫക്കീർ, ഒന്നും കൈമരില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തുള്ള ചില ആളുകൾക്ക് സാഹോദര്യ ബന്ധത്തിലാക്കി കൊടുത്തല്ലോ. വന്ന ആളുകൾക്ക് അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് കൊടുത്ത ആള് മക്കത്ത് ഏറ്റവും വലിയ പൈസക്കാരനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അബ്ദുറഹ്മാൻ
എനിക്ക് 2 തോട്ടമുണ്ട് മദീനത്ത്, ഇനി മുതൽ ഒരു തോട്ടം നിങ്ങളുടേതാണ്. എനിക്ക് 2 ഭാര്യമാരുണ്ട്, നിങ്ങൾക്ക് ആരെയാണോ ഇഷ്ടം ഞാൻ തലാക്കല്ല, നിങ്ങൾ മടങ്ങ് കല്യാണം കഴിച്ചു. അവരുടെ നുസ്രത്തതായിരുന്നു മദീനക്കാരുടെ. ഇന്നും ആ അൻസാറുകൾക്ക് ആ സ്വഭാവമുണ്ട്. എന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉംറക്ക് വന്ന ആൾക്കാർ അത് നോട്ട് ചെയ്തു. മക്കത്തെ പോലീസുകാർ കുറച്ച് ഖുറൈശി സ്വഭാവക്കാരാണ്. ഉന്തലും തള്ളലും പിടിക്കലും ചൂടാവലും ബഹളവും. മദീനത്ത് നേരെ ഉൾട്ടയാണ്, ശാന്ത സുന്ദരമാണ് മദീന. പഴയ അൻസാറുകളുടെ അതേ സ്വഭാവം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പൈസയും വേണ്ട, നിങ്ങളെ പെണ്ണും വേണ്ട, എന്റെ കൈമിൽ കുറച്ച് ബട്ടർ ഉണ്ട്, മീൻസ് പാൽക്കട്ടി, അത് ഞാൻ വിറ്റോളാം, എനിക്ക് നിങ്ങളെ മാർക്കറ്റ് കാണിച്ച. അദ്ദേഹം മാർക്കറ്റ് കാണിച്ചു കൊടുത്തു. അന്ന് മാർക്കറ്റ് പോയി. പിന്നീട് അദ്ദേഹം മദീനയിലെ മാർക്കറ്റിലെ ഏറ്റവും വലിയ കച്ചവടക്കാരനായി മാറി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അഗ്രഗണ്യനായ കച്ചവടക്കാരനാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ധരിച്ച വസ്ത്രത്തിൽ ഒരു മഞ്ഞ നിറം. അന്ന് ഖുറൈശി, അന്ന് സഹാബാക്കൾ, മുസ്ലിം, അന്നത്തെ അറബികൾ കല്യാണ ദിവസം ഉപയോഗിക്കുന്ന ഒരു സുഗന്ധം അത്തർ ആ നിറത്തിലുള്ളതാണ്. റസൂലുള്ളാഹി ചോദിച്ചു, നിന്റെ കല്യാണം കഴിഞ്ഞോ അബ്ദുറഹ്മാൻ? നമ്മളാണെങ്കിലോ, ഞാൻ മോനെ വിളിക്കാണ്ട് നീ കല്യാണം കഴിച്ചല്ല, ഇനി മതി മോനെ, ഇനി നിന്റെ ഫോണും വേണ്ട, നിന്റെ ബന്ധമില്ല. കാരണം ഒരു 100 രൂപ കൊടുത്ത അവിടെ പോയിട്ട് ബിരിയാണി വയ്ക്കുക, ആ ബിരിയാണിക്ക് വിളിക്കാത്തതിന്റെ പേരിൽ കുടുംബ ബന്ധം തന്നെ കലാസ്. ഇതാരെയാ വിളിക്കാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്യാണം അറിയിച്ചിട്ട് പോലുമില്ല. ഇത് കണ്ടപ്പോ ചോദിക്കാണ്, അത്രേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ എന്തോ ആക്കിയിട്ട് സമ്പാദിച്ചത് മുഴുവനും ഒറ്റ ദിവസം കൊണ്ടുപോയിട്ട് ടീം. ലെറ്ററിന് എത്ര പൈസയാവും? ലാശത്ത് കിട്ടാൻ കൊരിട്ട് ചാടും തൈക്കൊണ്ടിൽ. ഇല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ പൊട്ടം വരാൻ ഞങ്ങളുണ്ട്. ഇപ്പം വാട്സപ്പ് ഉണ്ട്, മറ്റേതുണ്ട്, മറിച്ചതുണ്ട്. നല്ല മനോഹരമായിട്ടൊരു കത്തുണ്ടാക്കി അങ്ങ് സെൻഡാക്കിയാൽ പോലെ കഴിഞ്ഞില്ലേ? 5 പൈസ ചെലവില്ല. ഇത് അതിന് സെൻഡ് ആക്കുകയും ചെയ്യും, എന്നിട്ട് 100 കിലോമീറ്റർ കാർ എടുത്തിട്ട് പോവുകയും ചെയ്യും പെട്രോൾ അടിച്ചിട്ട്. എന്നിട്ട് കത്തും കൊടുത്തിട്ട് പറയും, വാട്സപ്പിന് സെൻഡ് ആക്കിയിട്ടുണ്ട്. ഇവനേക്കാളും വലിയ പൊട്ടം വരാതെ അവരുള്ളത്. ശരി, ആയിക്കോട്ടെ. അങ്ങനെ 2 കൈ കൊണ്ടും വാങ്ങിയിട്ടാണ് വെച്ച് ഉച്ചക്ക് പോയിട്ട് നോക്കുമ്പോൾ ഉണ്ടാവും ഓള് കുഞ്ഞിരെ തീട്ടം വരുന്നതിനെ കൊണ്ട് നല്ല കട്ടി ഉണ്ടാവുമല്ല, തീട്ടം കുരിയിട്ട് അങ്ങ് ചാടും. ഇസ്റാഫ്, ഇസ്റാഫ് എന്ന് പറഞ്ഞാൽ പൈസ ഒരു വിലയില്ലാത്ത സംഗതി ആയിപ്പോയി മനുഷ്യന്മാർക്ക്. പക്ഷെ ഒന്ന് ക്യാൻസർ സെന്ററിൽ കയറി പോയാൽ മതി. ക്യാൻസർ സെന്ററിൽ ഒന്ന് രാവിലെ മക്കളെയും ഭാര്യയെല്ലാം കൂട്ടിയിട്ട് ഉച്ച വരെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മതി. ഒരു പൈസ ചെലവാക്കൂല. പിന്നെ അനാവശ്യമായിട്ട് 5 പൈസക്ക് 5 കോടിയുടെ വില മതിക്കും. അത് കണ്ടാൽ മതി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇടയ്ക്ക് പോകുന്നത് നല്ലതാ. രോഗികൾക്ക് അള്ളാഹു ശിഫ കൊടുക്കട്ടെ. രോഗം നമുക്ക് പാഠമാണ്, മുന്നറിയിപ്പാൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, കല്യാണം കഴിഞ്ഞതാ? കല്യാണം കഴിഞ്ഞ റസൂലേ. എന്നിട്ടോ നീ വലീമ കൊടുത്തോ? നീ എന്താ മഹർ കൊടുത്തത്? ഒരു ഈത്തപ്പഴക്കുരുവിന്റെ അളവിലുള്ള ഒരു സ്വർണം ഞാൻ മഹർ കൊടുത്തു നബിയെ. ആരാ പറയുന്നത്? കോടീശ്വരൻ കൊടുത്തത് ഈത്തപ്പഴക്കുരുവിന്റെ അളവിലുള്ള സ്വർണം. നമ്മൾ ഇന്നൊരു ഒരു 100 ഏക്കർ കാപ്പി ഉണ്ടായാൽ മതി, ഒരു 250 കൊടുക്കാണ്ട് ഇങ്ങനെ 250 പവൻ എത്ര പൈസയായി? ഇപ്പോഴത്തെ കണക്കിന് എത്രയായി? അങ്ങനത്തെ അമ്മോശനം കിട്ടിയില്ലെങ്കിൽ, നല്ല പൈസക്കാരനായ പുളിക്കൊമ്പ് കിട്ടിയില്ലെങ്കിൽ പിന്നെ വെറുതെ ഇരുന്നാൽ മതിയായിരുന്നു. ഇപ്പൊ കൊടുക്കുന്ന അങ്ങനെയാണ്. 250 പവൻ കാറ്. ഇപ്പൊ പണ്ടല്ലേ ഇന്നോവ കൊടുക്കുന്ന ആള്, ഇപ്പൊ എല്ലാം വിട്ട്. ഇപ്പൊ അതിന്റെ മുകളില് മറ്റേ എന്താണ് റേഞ്ച് റോവർ, പിന്നെ ഡിഫൻഡർ എല്ലാം കൊടുക്കുന്നത് ഇപ്പം. ആർക്ക്? ഓന്റെ എല്ലാം ഭാഗ്യം. ഓന്റെ എല്ലാം തലമ വരച്ച വര നല്ല ക്ലിയർ വരയായിരിക്കും. ഫ്രീ ആയിട്ട് ഡിഫൻഡറിൽ കിട്ടുന്നു പണ്ട് എൻ്റെ ഉപ്പാരെടുത്ത് നിന്ന്. ഇത് കണ്ട പാവപ്പെട്ടവൻ നേരെ ബാങ്കിലേക്ക്. എൻ്റെ മോളെ മംഗലുണ്ടൊരു സ്വിഫ്റ്റെങ്കിലും കൊടുക്കാണ്ട് എങ്ങനെയാ? മറ്റോ ഡിഫൻഡറെല്ലാം കൊടുത്തല്ലേ, അതുകൊണ്ട് 8 ലക്ഷം റുപ്യ പലിശ. അല്ല, എല്ലാ ഭാഗത്തും ദോഷം, ഷർറ്. ഒരു ഈത്തപ്പഴക്കുരുവിന്റെ അളവിലുള്ള സ്വർണം മഹർ കൊടുത്തത്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔലിം വലൗ ബിശാത്തിൻ, അബ്ദുറഹ്മാൻ നീ വലീമ കൊടുക്കണം. അതൊരാടിനറുത്തിട്ടാണെങ്കിലും കൊടുക്കണം. ഏറ്റവും കുറഞ്ഞത് ഒരാടിലെങ്കിലും വലീമ കറക്കണം. ഇനി ഒട്ടകത്തെ അറക്കാൻ പറ്റിയാലോ അറുത്തു. ഒരൊട്ടകം എത്രാക്ക് തിന്നാനുണ്ടാവും? പറയും. ബദർ യുദ്ധത്തിന്റെ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിന്റെ എണ്ണം വെച്ചിട്ട് ആൾക്കാരെ കണക്കൂട്ടിയത്.
ഒരു ദിവസം 10 ഒട്ടകത്തെ അറുക്കുമെന്ന് പറഞ്ഞു. നോക്കിയിട്ട് വന്ന ആള് റസൂലുള്ളാഹി പറഞ്ഞു അവർ 1000-ന്റെ അടുത്ത ആളുണ്ടാവും. അപ്പൊ ഒന്നിന് എത്ര കൂട്ടിയേ? 100 ആൾ ഒട്ടകത്തിന്. അപ്പൊ ഒരൊട്ടകത്തെ അറുത്താൽ 100 ആളെങ്കിലും വിളിക്കാം. വലീമ എത്ര ആളെ വിളിച്ചിട്ട് കൊടുക്കാം, പൈസക്കനുസരിച്ച്. വലീമ കൊടുക്കാനും എന്ത് വാങ്ങണ്ട, കടം വാങ്ങണ്ട. ഇനി പായസം വെച്ച് കൊടുക്കാനേ പറ്റൂ, മതി. അപ്പൊ നാട്ടുകാർ പറയും എന്റെ മംഗലം, എനിക്ക് അത്ര മംഗലം മതി. നിന്നെ തീറ്റിക്കാനല്ല ഞാൻ കല്യാണം കഴിച്ചത്, എനിക്കൊരു പെണ്ണെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അത്ര മതി. നമ്മൾ അനാവശ്യമായ ദുരഭിമാനം, ആളെ മുമ്പിലൊന്നും ഇങ്ങനെയാവണം അങ്ങനെയാവണം, എന്തും കൈക്കോട്ട് നാലങ്കെന്തെങ്കിലും പറഞ്ഞോട്ട് ആ അവസ്ഥയിലേക്ക് എല്ലാവരും മാറിയാൽ നാട്ടിൽ പിന്നെ ഒരു ഷെറുമില്ല, പിന്നെ ഒരു തിന്മയുമില്ല, പിന്നെ അങ്ങനത്തെ ഒരു തോന്നിവാസങ്ങളും ഇല്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അശ്റത്തുൽ മുബശ്ശിരീനെ പറ്റി സഹാബത്ത് പറഞ്ഞെന്താ അറിയോ? അവരുടെ വിശേഷണം, ജിഹാദിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ട് മുമ്പിലുണ്ടാവും, യുദ്ധത്തില് നിസ്കാരത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ തൊട്ട് പുറകിൽ അവരുണ്ടാവും. അങ്ങനത്തെ മനുഷ്യന്മാർ. അതുകൊണ്ട് ഇസ്രാഫ് പറ്റൂല, അള്ളാഹു തന്നതിനനുസരിച്ച് ആവാം. കിബർ 2 കാര്യത്തിലാണ്, നല്ല കുപ്പായിടുന്നതിലും നല്ല ചെരിപ്പിടുന്നതിലും അല്ല. ബത്റുൽ ഹഖി വഗംതുൻ നാസ്, സത്യം ബോധ്യപ്പെട്ടിട്ട് അത് മുറുകെ പിടിക്കാനും അത് അംഗീകരിക്കാനും മനസ്സ് സമ്മതിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം ഓൻ മുത്തകബ്ബിറാണ്, അഹങ്കാരിയാണ്. അതുകൊണ്ടാണ് മനസ്സിലായതിനെ അനുസരിക്കാൻ തയ്യാറാവാത്തത്. മറ്റത് വഗംതുൻ നാസ്, മറ്റുള്ളവരെ തന്നെക്കാളും ചെറുതായി കാണുക, ഇത് കിബറാണ്. ഇതൊരു തന്റെ ഖൽബിൽ ഉണ്ടെങ്കിൽ അതുള്ളവനായിരുന്നു ആര്? ഖാറൂൻ. സത്യം, എളാപ്പാന്റെ മോൻ മൂസ അലൈഹിസ്സലാം റസൂലാണ്, തൗറാത്ത് കിട്ടിയ ആളാണെന്ന് കൃത്യമായിട്ടറിയാം. കാരണം ഒറ്റ തറവാട്ടിൽ നിന്ന് വന്ന ആളല്ലേ, പക്ഷെ തള്ളിക്കളഞ്ഞു. രണ്ടാമത്തേത്, ഇവൻ അള്ളാഹു കൊടുത്തിരിക്കുന്ന ഈ നിഅമത്ത് വെച്ചിട്ട് വല്ലാണ്ട് അഹങ്കരിച്ചു പോയി. ഫഖീർ ആയിരുന്നു. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ മാനിച്ച അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിഅമത്ത് കൊടുത്ത് പിന്നെ പണക്കാരനായതാണ് ഖാറൂൻ. ഉലമാക്കൾ പറഞ്ഞു കാന യുസമ്മ അൽ മുനവ്വർ, ഖാറൂന് മുനവ്വർ എന്ന പേരിൽ ആ നാട്ടുകാർ വിളിക്കാറുണ്ടായിരുന്നു. എന്ത് കാരണത്താലെന്നറിയോ? എന്താ മുനവ്വറിന്റെ അർത്ഥം? എന്താ? പ്രകാശിക്കപ്പെട്ടവൻ, പ്രകാശമുള്ളവൻ. അങ്ങനെ വിളിക്കാൻ കാരണം ലിഹുസ്നി സൗതിഹി ബിത്തൗറാത്ത്, തൗറാത്ത് വളരെ മനോഹരമായി അയാൾ ഓതുമായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാം അറിയാം, തൗറാത്ത് നല്ല സ്റ്റൈലിൽ വായിക്കാൻ അറിയാം. അത് വായിക്കുന്നത് കേട്ടാൽ ആൾക്കാർ കേട്ടിരുന്നു പോവും. അങ്ങനത്തെ നല്ലൊരു മനുഷ്യൻ. പക്ഷെ എന്ത് വന്നു? കിബർ വന്നു, ആള് പോയി. ഫബഗ അലൈഹിം. ഖാല ശഹ്ർ ഇബ്നു ഹൗശബ് റഹിമഹുല്ലാഹ്, ഇവന്റെ കിബറിന്റെ ഒരു അടയാളം, അല്ലാഹു നമ്മളൊക്കെ കാക്കട്ടെ. സാദ ഫീ സിയാബിഹി ശിബ്റൻ തൂലൻ തറഫുഅൻ അലാ ഖൗമി. അന്ന് സാധാരണ ആ നാട്ടിലുള്ള ആളുകൾ ധരിക്കുന്ന വസ്ത്രത്തിന്റെ ഒരു അളവുണ്ടാവും. നമ്മളെ നിര്യാണി വരെ അല്ലെങ്കിൽ നിര്യാണിന്റെ താഴെ വിതർഗത്തിലേക്ക് പോകുന്ന ആൾക്കാരിടുന്ന വസ്ത്രം. ഇവൻ എന്ത് ചെയ്യുന്നറിയോ? അതിനേക്കാളും ഒരു ചാൺ അധികം വസ്ത്രം ധരിക്കും, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാവാൻ. അത്രത്തോളം കിബിർ പ്രകടിപ്പിച്ച ആളാണ് ഖാറൂൻ. അതുണ്ടാവരുത് ഒരു കാരണവശാലും. അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്. എന്റെ ശരീരത്തിന് ആവശ്യമായത് ഓക്കെ, എന്നാൽ അതിന്റെ അപ്പുറത്ത് ജനങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോട്ടെ എന്ന് വെച്ചിട്ട് അതിന്റെ മുകളിൽ എന്ത് ചെയ്യാ? മോഡിഫിക്കേഷൻ വരുത്തുക. അനുവദനീയമല്ല. എത്രത്തോളം എന്നറിയോ? സുന്നത്ത്, വസ്ത്രധാരണത്തിന്റെ സുന്നത്ത്, നമ്മൾ ഏത് നാട്ടിലാണോ ജീവിക്കുന്നത് ആ നാട്ടിലുള്ള വസ്ത്രം ധരിക്കലാണ് സുന്നത്ത്. ഇപ്പൊ നമ്മൾ കന്തൂർ എഴുതുന്നത് എന്തിന്റെ പേരില? നീയത്ത് മാറിയാൽ ദൂരിക്കൊള്ളണം. കാരണം എന്താ അറിയോ? ഒന്ന് വ്യത്യസ്തനായി ആളുകളാൽ ഞാൻ അറിയപ്പെട്ടോട്ടെ എന്നുള്ള നീയത്തിലാണ് കന്തൂറ ഇട്ടതെങ്കിൽ പോയി, ഹുക്മ് മാറി. എന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നീളക്കുപ്പായം ഇഷ്ടപ്പെട്ട ആളാണ്, അതുകൊണ്ട് ഞാനും ഇഷ്ടപ്പെടുന്നു, കൂലി കിട്ടുന്ന ഇബാദത്തായി. തലയിക്കെട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിക്കെട്ട് കെട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്കത് എന്തല്ല? സുന്നത്തല്ല. തൊപ്പിയിടൽ സുന്നത്തല്ല. അത് സുന്നത്താണ്, അതിന് പ്രത്യേക കൂലി കിട്ടും എന്ന് പറയാൻ നമ്മുടെ കൈമേൽ തെളിവില്ല. പിന്നെന്താണ്? ആദത്താണ്.
അന്നത്തെ അറബികളുടെ വസ്ത്രധാരണത്തിന്റെ രീതി എങ്ങനെയാണ്? നീളക്കുപ്പായം, തൊപ്പി, തലയ്ക്കെട്ട്. അബൂജഹലിനെ കണ്ടാലും ഇപ്പുറത്ത് കണ്ടാലും സംഭവം ഒരേപോലെയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തലപ്പാവ് ധരിച്ചത് പ്രത്യേകം സുന്നത്തായത് കൊണ്ടല്ല, മറിച്ച് നാട്ടുകാരുടെ വേഷം അതായത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ നാട്ടുകാരിൽ നിന്ന് വ്യത്യസ്തനാവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസാണ്. പക്ഷെ പള്ളിയിലെ ഇമാമ്, മിമ്പറിന്റെ മുകളിൽ നിൽക്കുന്ന ഖത്തീബ്, അവർക്ക് വ്യത്യസ്തമാവൽ സുന്നത്താണ്. കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന്റെ മുകളിൽ കയറുമ്പം ധരിക്കുന്നത് ഒരു പ്രത്യേകതരം തൊപ്പിയായിരുന്നു. നബവി റഹ്മഹുല്ലാഹ് റിയാദുസ് സാലിഹീനിൽ വസ്ത്രധാരണത്തിന്റെ ഹദീസ് വന്നപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ട്. പുറത്ത് രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി വരുമ്പം ധരിക്കുന്ന വസ്ത്രം വേറെ വസ്ത്രമായിരുന്നു, ആളുകളെ സ്വീകരിക്കാൻ. അപ്പൊ ആ നിലയിലുള്ള ആളുകൾക്ക് എന്താവാം? വ്യത്യസ്തമാവാം. ഇപ്പൊ ഞാൻ അടുത്ത വെള്ളിയാഴ്ച മിമ്പർമ കയറുമ്പോ ഇവന്റെ ഒരു പാന്റ് കുപ്പായം കടമാക്കിട്ടിട്ട് എന്തായിരിക്കും എന്റെ കഥ? മുമ്പിലിരിക്കുന്ന ആളവസ്ഥ എന്തായിരിക്കും? അത് പരിഗണിക്കണം. പക്ഷെ ഇവൻ ചെയ്തത് ആളുകളിൽ നിന്ന് വ്യത്യസ്തനാവാൻ ഒരു ചാൺ അളവ് വസ്ത്രത്തിന്റെ നീളം കൂട്ടി ആളുകളൊന്ന് ശ്രദ്ധിക്കാൻ അത്ര കിബർ കാണിച്ചു. ഫബഗാ അലൈഹിം. അല്ലാഹു പറയാണ്, ഇവൻ ഈ കാണിക്കുന്ന കിബർ എന്തിന്റെ പേരിലാണെന്നറിയോ? വആതൈനാഹു മിനൽ കുനൂസി. ഞാൻ അവന് കെൻസുകൾ കൊടുത്തു. കെൻസിന്റെ അർത്ഥം എന്താ? നിധി. നിങ്ങൾക്ക് തന്നെ പറയാ നിധി. ക്രഷറാ, ട്രഷർ. ഇത്തിരി ഭാഷ അവിടെ സായിപ്പന്മാരുടെ ഭാഷ നാവില് വരണ്ടേ? അത് ആൾക്കാർ പറയുമ്പോൾ ഉസ്താദ് ഇംഗ്ലീഷ് പഠിക്കണം, ഇംഗ്ലീഷ് പഠിച്ചിട്ട് തൗഹീദ് പ്രസംഗിക്കണം. ഇനി ഇത് വരണ്ടേന്നാവും, എന്നാലും പഠിച്ചിട്ട് പറയല്. ഇൻഡക്ഷനാ അല്ലേ? നമ്മൾ പറഞ്ഞുള്ള അവസ്ഥ അതായിരിക്കും അല്ലേ? ഇപ്പൊ ഇദ്ദേഹം ആയതുകൊണ്ട് എന്നോട് പറഞ്ഞു, ഇത് എത്ര ആള് കേട്ട് പറയുന്നുണ്ടാവും, ഈ ചങ്ങായി എന്തായി പറയുന്നത്. പിന്നെ ഖുനൂസ്, നിധി. നിധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ? ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറഞ്ഞു, അയാൾക്ക് ഉപയോഗിക്കാൻ ആവശ്യമുള്ളത് കഴിഞ്ഞിട്ട് വെറുതെ കിടക്കുന്ന സ്വത്ത്, അതാണ് കെൻസ്. അന്ന് ബാങ്കും മറ്റും ഇല്ലാത്തതുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യും? അത് കവറിൽ കെട്ടിയിട്ട് കുഴിച്ചിട്ട് കുഴിയിൽ മൂടും. അതാണ് അവരുടെ നിധി. അതായത് അങ്ങനെയാണ്. അത് ഞാൻ അവന് കൊടുത്തിട്ടുണ്ട്. അതായത് ആവശ്യത്തിലധികം സമ്പത്ത് ഞാൻ ഖാറൂന് കൊടുത്തു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇന്ന മഫാത്തിഹഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ. വളരെ ശക്തവാന്മാരായ ഒരു ഉസ്ബ എന്ന് പറഞ്ഞാൽ 1 മുതൽ 10 വരെ ആളുകൾ, അതായത് 10 പേര് ചേർന്നിട്ട് വേണം അതിന്റെ താക്കോൽ എടുക്കാൻ. ആ നിധിയുടെ ഒരു പൂട്ടിയ താക്കോൽ എടുക്കണമെങ്കിൽ 10 ആൾക്കാർ വരണം. ചില ഉലമാക്കൾ പറഞ്ഞു ഒരു വലിയ ഒട്ടകക്കൂട്ടമായിരുന്നു ആ താക്കോൽ ഇങ്ങനെ വഹിച്ചിട്ട് ഇയാൾ കച്ചവട യാത്ര പോകാറുള്ളത്. അത്ര വലിയ പൈസക്കാരനായിരുന്നു ഖാറൂൻ. ഒരു ദിവസം ഇവൻ, ചില ഉലമാക്കൾ പറഞ്ഞു, ഫഇദാ റകിബ, ഇയാൾ ഈ കച്ചവടത്തിന്റെ യാത്രയും മറ്റും പോകുമ്പം 60 കഴുതകൾ ഉണ്ടാവും ഇയാളുടെ താക്കോല് കൊണ്ടുപോവാൻ. സമ്പത്തിന്റെ, പത്തായത്തിന്റെ. ഇത്ര വലിയ പൈസക്കാരനായിരിക്കും. ഒരു ദിവസം ഇയാൾ ഇങ്ങനെ ഈ കിബറും കാണിച്ചുകൊണ്ട് ഇങ്ങനെ ആൾക്കാർക്കിടയിലേക്ക് വന്നപ്പം ചില ആളുകൾ പറഞ്ഞു, ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. അള്ളാഹു നമുക്ക് പറഞ്ഞുതരാണ്. അവര് പറഞ്ഞത് അങ്ങനെ എടുത്തു പറയുന്നത് എന്തിനാ? അവർ പറഞ്ഞ ശരിയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോളെന്ന് പറയാൻ. കാരണം ആ കൗമിന് സാലിഹ്യങ്ങളായ മനുഷ്യന്മാരുണ്ട്. അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. സാലിഹ്യങ്ങളുടെ ഒരു അടയാളം എന്താണെന്നറിയോ? തിന്മ കണ്ടാൽ ഉപദേശിക്കും, കണ്ണടക്കൂല. ഞാൻ എന്തിനു പറയുന്നു? അങ്ങനെ പറയാതെ അവര് പോവൂല. നമ്മൾ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ ഈമാനിൽ പ്രശ്നം ഉണ്ടെന്നതിന്റെ അർത്ഥം. കാരണം ഈ ചങ്ങാതി ദീനിനെതിരായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കാണിക്കുമ്പം അയാളുടെ ആഖിറം നഷ്ടപ്പെടാൻ പോവാൻ. അപ്പൊ അത് കണ്ടിട്ട് നമ്മൾ മിണ്ടാണ്ട് പോയാൽ നമ്മളെ ഈമാനിൽ പ്രശ്നങ്ങളുണ്ടാണ്.
അതേസമയം നമ്മളെ എങ്ങനെയാണോ ആഖിറത്തിൽ രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അതുപോലെ അന്യൻ രക്ഷപ്പെടാനും ആഗ്രഹിക്കുന്നവരെ നമ്മുടെ യഥാർത്ഥ മുഅ്മിൻ ആവൂല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. നമ്മൾ നമുക്ക് വേണ്ടി എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് തന്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ യഥാർത്ഥ മുഅ്മിനാവൂല. സാലിഹ്യങ്ങളുടെ ഗുണം അതാണ്. അതുകൊണ്ടല്ലേ അള്ളാഹു പറഞ്ഞത് അൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅദുഹും ഔലിയാഉ ബഅദ് യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വയുഖീമൂന അസ്സലാഹ്. മുഅ്മിനീങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഔലിയ ആണ്, കൂട്ടുകാരാണ്. എന്താ പ്രത്യേകത? യഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ ഉപദേശിക്കും, വയൻഹൗന അനിൽ മുൻകർ. ഇപ്പം ഉംറക്ക് കാസർഗോഡുള്ള കുറച്ച് ചെറുപ്പക്കാരുണ്ടായിരുന്നു. അതിലൊരുത്തനാണ് ഈ വീഡിയോയിലെല്ലാം എടുത്തത്. ഇപ്പം തൗഹീദ് മനസ്സിലായി, അൽഹംദുലില്ലാ, സുന്നത്തിന്റെ ഗൗരവം മനസ്സിലായി വന്നോനെ ഭയങ്കര സ്ട്രോങ്. മാഷാ അല്ലാഹ്, അല്ലാഹു ഇസ്തിഖാമത്ത് കൊടുക്കട്ടെ. നമ്മള് ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഈ മലപ്പുറം ഭാഗത്തേക്കുള്ള പെണ്ണുങ്ങൾ മാക്സിയും ആ നൈറ്റിയും തട്ടലിട്ടിട്ട് ഇങ്ങനെ വരികയാണ്. ഏതോ നാട്ടിൽ അന്യപുരുഷന്മാരുണ്ട്, ഇവനിത് കണ്ടിട്ട് സഹിക്കുന്നില്ല. ഒരിക്കലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും ഇവനെണീച്ച് ചാടി എണീച്ച്, ഇവിടെയുള്ള അന്യപുരുഷന്മാർക്കൊക്കെ നിങ്ങളെ കണ്ടിട്ട് എന്തല്ലോ തോന്നുന്നുണ്ടേ, ഇനി വരുമ്പോ പർദ്ദയിലിട്ടിട്ട് വന്നോളൂ ഓരോറൊക്കെ വിളിച്ചു പറഞ്ഞു. ശരി തന്നെ, അങ്ങനെ പറയണം. അത് ഈമാന്റെ അടയാളാണ്. ഞാൻ തിരിച്ചുപോയി. ഉസ്താദും അമീറും അവിടെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇന്നലെ വന്ന ചെറുപ്പക്കാരൻ എണീച്ചിട്ട് പറയുന്നത്. മാഷാ അല്ലാഹ്, അള്ളാഹു ഇസ്തിഖാമത്ത് നസീബാക്കട്ടെ, ഇഖ്ലാസ് നസീബാക്കട്ടെ. പിന്നെ നോക്കുമ്പോ എല്ലാവരും അടുത്തൊക്കെയുണ്ട് വെള്ളം കുടിക്കുന്നത്. എല്ലാരും ഉംറക്ക് വന്ന 100-ൽ 99 വെള്ളം കുടിക്കുന്ന അടുത്തൊക്കെയുണ്ട്. ഒരു ദിവസം ഭക്ഷണം കഴിക്കുമ്പോൾ ചാടി എണീച്ചു. ഏറ്റവും പറഞ്ഞതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇടത്തേക്കൈയുണ്ട് തിന്നലും കുടിക്കലും ഷെയ്ത്താന്റെ ആൾക്കാരാണ്. നിങ്ങളൊക്കെ ഷെയ്ത്താന്റെ ആൾക്കാരാണെങ്കിൽ അങ്ങനെ തന്നെ ആക്കിക്കോ. അതല്ല ഇങ്ങോട്ട് അള്ളാന്റെ അടുത്തേക്ക് വന്നവരാണെങ്കിൽ ഇടത്തേക്കൈയുണ്ട് കുടിക്കണം. സലാഹിയത്തിന്റെ അടയാളമാണ് അൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ. ഇത് നമ്മളിലെല്ലാം ഉണ്ടാവണം. നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരോട് പോലും ദീൻ പറയുന്നില്ല. ഞാനും എൻ്റെ ഭാര്യ എൻ്റെ മക്കളും ഓനെന്തെങ്കിലും ആയിക്കോട്ടെ, ആ നിലപാടൊരു മുഅ്മിനിൽ ഉണ്ടാവുകയേ ഇല്ല. കാരണം ഒരാൾ മറ്റൊരാൾക്ക് ചെയ്യുന്ന പിന്നെ ഉപകാരത്തിലെ ഏറ്റവും വലിയ ഉപകാരം അയാളെ ആഖിറത്തിൽ രക്ഷപ്പെടുത്താൻ ചെയ്യുന്ന ഉപകാരങ്ങളാണ്, ദുനിയാവിൻ്റെതല്ല. അപ്പൊ ആ സാലിഹ്യങ്ങളായ ചില ആളുകൾ ഇവനോട് പറഞ്ഞു, ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. അഥവാ നിനക്ക് അല്ലാഹു തന്ന ഈ പണം വെച്ച് നീ അഹങ്കരിക്കരുത്. കാരണം അഹങ്കാരം ജനങ്ങൾക്ക് മനസ്സിലായി, ഇവനാ കളി കളിക്കുന്നുണ്ട്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. അല്ലാഹു അങ്ങനെ കിബർ കാണിക്കുന്നവനെ ഇഷ്ടപ്പെടുകയില്ല. അത് അല്ലാഹുവിന്റെ നിയമം നമ്മളെ അറിയിച്ചതാണ്. അവര് പറഞ്ഞ വാക്കായി നമുക്ക് കേൾപ്പിച്ചത് അത് തന്നെയാണ് എന്റെ നിയമം എന്ന് നമ്മളെ പഠിപ്പിച്ചാൽ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. കിബറന്മാർ അല്ലാഹു ഇഷ്ടപ്പെടും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞു, അഥവാ അല്ലദീന ലാ യശ്കുറൂന അല്ലാഹ അലാ മാ അഅതാഹും. എന്താ കിബറിന്റെ ഒരു അടയാളം? അല്ലാഹു അവർക്ക് നൽകിയതിൽ അവർ അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നവരായിരിക്കൂല, മറിച്ച് ഇങ്ങനെ കാണിക്കുന്നവരായിരിക്കും. അവരൊരിക്കലും അല്ലാഹു ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഖൽബൻ ഖാശിഅൻ എന്ന് പറഞ്ഞിട്ട് വലിസാനൻ ദാകിറൻ, ദിക്ർ ചെയ്യുന്ന നാവും ശുക്ർ ചെയ്യുന്ന ഖൽബും. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു അല്ലാഹുവിനോട്. നമ്മൾ അല്ലാഹുവിനോട് നന്ദിയുള്ളവനാണ് എന്നതിന്റെ അടയാളം എന്താണെന്നറിയോ? അടിമകളോട് നന്ദി പറയുന്നവരായിരിക്കും. റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ലം യശ്കുരിൻ നാസ ലാ യശ്കുറുല്ലാഹ്. ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കൂല. അതായത് പ്രത്യുപകാരം ചെയ്യണം. നമ്മൾ മനുഷ്യന്മാർ ആരെങ്കിലും ഒന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ തിരിച്ചെന്ത് പറയണം? റഹ്മത്തുള്ളാഹ് പറയണം. അതാണ് ശുക്ർ. എനിക്കതൊരു ദുആവും തന്നു, ഞാൻ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ ദുആ. ഒരാൾ കുറച്ച് കടം കൊടുത്തു എന്ന് വെച്ചു, 5000 രൂപ കടം കൊടുത്തു. തിരിച്ചാ കടം വീട്ടുമ്പം എത്ര കൊടുക്കണം? 5010. പലിശ അല്ല കേട്ടോ. പലിശ എപ്പോഴാ?
ഞാൻ 5000 തരുമ്പോൾ ഞാൻ പറയാം നിങ്ങളോട്, തിരിച്ചു വരുമ്പോൾ എനിക്ക് 100 കൂട്ടി തന്നോളൂ, അത് പലിശ വേറെ. ഇതല്ല, ഇത് എനിക്കൊരാവശ്യം വന്നപ്പോൾ എന്നെ സഹായിച്ചല്ലേ, ആ സഹായത്തിന്റെ പ്രത്യുപകാരം എന്നോണം കുറച്ച് കൂട്ടി കൊടുക്കുക. ഇനി അതില്ലെങ്കിലോ നല്ല വാക്ക് പറഞ്ഞിട്ട് കൊടുക്കുക. ഇപ്പൊ ഇങ്ങനെ കൊടുക്കാന്നറിയോ? എടാ മറ്റേ പൈസ കിട്ടിയില്ലല്ലോ, പെരുമ്പായി, എവിടെ പോകുന്നൊന്നുമില്ലല്ലോ, 1 മാസമായി 2 മാസമായി 1 കൊല്ലായി, എന്നാ പിടിക്ക് നിന്റെ പൈസ, ഇങ്ങനെ കടം വാങ്ങിയതവൻ തിരിച്ചു തരുത്ത്, ഇങ്ങനെയാണ്. അത് ശുക്രില്ലാത്ത കൊടുപ്പാണ്, അത് ശരിയല്ല. ഒന്നുമില്ലെങ്കിലും നല്ല വാക്കും നല്ല ദുആയും പറഞ്ഞിട്ടെങ്കിലും എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണം. കാരണം അത് മനുഷ്യനോടുള്ള ശുക്രാണ്. അങ്ങനെ ശുക്ർ കാണിക്കുന്നവന് മാത്രമേ അള്ളാഹുവിനോട് ശുക്ർ കാണിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അവർ പറഞ്ഞു അവനോട്, ഖാറൂൻ, നിനക്ക് അള്ളാഹു ഒരുപാട് തന്നല്ലോ, ആ തന്നത് വെച്ചിട്ട് നീ ആഖിറം ഉണ്ടാവാൻ നോക്ക്. നിനക്ക് എന്തെല്ലാം ചെയ്യാം. സാധാരണക്കാര് പാമ്പുകൾ കൈമേല് ഉള്ളതിനനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് അള്ളാഹ് തന്നിട്ടുണ്ടെങ്കിലോ വേറെ കുറെ കാര്യങ്ങൾ കൊണ്ട് ആഖിറത്തിലേക്ക് ഒരുപാട് പുണ്യങ്ങൾ നേടാം. നിന്റെ കൈമേൽ അതുണ്ട്. അവിടെ നീ അത് മനസ്സിലാക്കി ആഖിറത്തിലേക്ക് വലിയ സമ്പത്തായി കണ്ടിട്ട് നീ അതിനെ ഉപയോഗപ്പെടുത്തി. ദുനിയാവിൽ അള്ളാഹു നിനക്ക് തന്ന ഈ ഓഹരി ഉണ്ടല്ലോ, അത് നീ മറന്നു പോവല്ല. നിനക്ക് അള്ളാഹു തന്നതാണ്, നീ ഉണ്ടാക്കിയതാണെന്ന് നീ വിചാരിച്ചു പോണ്ട. നിന്റെ കളിയും ചിരിയും ഈ പത്രാസം കാണുമ്പം നീ മെനക്കെട്ട് നിന്റെ അധ്വാനം കൊണ്ട് കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയതിന്റെ പിന്നെ ചെലവാക്കണ്ടേ എന്ന തരത്തിലാണ് നിന്റെ ഒരു രീതി. അല്ല, ദുനിയാവിൽ അള്ളാഹു നിനക്ക് തന്നതാണ്, അത് നീ മറക്കല്ല. ആ തന്നതിനെ വെച്ചിട്ട് നീ എന്താക്ക്, ആഖിറം സമ്പാദിക്കാൻ നോക്ക് എന്ന ആൾക്കാര് ഓനെ വിളിച്ച് ഉപദേശിച്ചു. തഫ്സീർ ഞാൻ വായിക്കാം. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, വലാ തൻസ നസീബക മിനദ് ദുനിയ, ദുനിയാവിൽ അള്ളാഹു നിനക്ക് തന്ന ഈ സൗകര്യം നീ മറക്കല്ല. എന്താ സൗകര്യം? പൈസക്കാരൊക്കെ കേട്ടോളേ. മിമ്മ അബാഹ അല്ലാഹു ഫീഹ, ദുനിയാവിൽ നിനക്ക് അള്ളാഹു അനുവദിച്ചു തന്നു, മിനൽ മആകിൽ, വ്യത്യസ്തമായ ഭക്ഷണം. പൈസക്കാർ കഴിക്കുന്നതും പാവങ്ങൾക്ക് കഴിക്കാൻ പറ്റൂല. പാവങ്ങൾ കഴിക്കാത്തത് കൊണ്ട് പൈസക്കാർ കഴിക്കാണ്ടിരിക്കണോ? വീട്ടിലെപ്പോഴും സാമ്പാറും നമ്മളെ ദാൽ ഷരീഫും പിന്നെ മത്തിച്ചാറും. ചോദിച്ചാൽ പറയുന്നത് അപ്പുറത്തെ പേർക്ക് എപ്പോൾ ഉണക്കല്ലേ, പിന്നെ നമ്മൾക്ക് എപ്പോൾ മട്ടൻ വാങ്ങാൻ പറ്റുമോ? അപ്പുറത്തെ പേർക്ക് ഉണക്കം വാങ്ങാൻ അന്ന് കൊടുത്തിട്ടുള്ളൂ, തിന്നോട്ടെ. നിനക്ക് മട്ടൻ വാങ്ങാൻ തന്നിട്ടുണ്ടെങ്കിൽ ഉസ്താമാർക്ക് കൊടുത്ത ഡബിൾ കൂലിയും കിട്ടും. ഉസ്താമാർക്ക് എന്നല്ല, എല്ലാവർക്കും വാങ്ങാ തിന്നാ കൊടുക്കുക. വലാ തൻസ നസീബക, അല്ലാഹു നിനക്ക് തന്ന നിന്റെ ദുനിയാവിന്റെ നിഅമത്താണ്, ഉപയോഗിക്കണം. മിനൽ മആകിൽ വൽ മശാരിബ്, പാനീയങ്ങൾ. വലിയ പൈസക്കാർ കുടിക്കുന്ന വെള്ളത്തിന്റെ പേരെന്താ? മറ്റേ വെള്ളം കേട്ടോ, കാവേരിയിലെ വെള്ളമല്ല ഉദ്ദേശിച്ച്. നോമ്പുറക്കാനൊക്കെ ആക്കുന്ന ജ്യൂസ് ഉണ്ടല്ലോ, അതാ ഉദ്ദേശിച്ച്. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. നമ്മളൊക്കെ കൂടിപ്പോയാൽ എന്താക്കുക, റൂ ഹഫ്സ, വത്തക്കയിലോട്ട് റൂ ഹഫ്സയിൽ ഒഴിച്ചിട്ട് റോസ് കളറിൽ റോസ് വാട്ടറാക്കിയിട്ട് കുടിക്കും. അല്ലാത്തവര് ആ ടോപ്പിൽ വൽ മശാരിബ്, അനുവദിച്ചതാണ് കുടിക്കാൻ, ഒരു പ്രശ്നമില്ല, അതിലൊരു മടിയും വേണ്ട. അപ്പുറത്ത് നോക്കിയിട്ട് പാവം കഞ്ഞിവെള്ളം കുടിക്കുന്നത്, ഞാനെങ്ങനെയാ ജ്യൂസ് കുടിക്കാം, അത്രയും വലിയ ചിന്തയൊന്നും വേണ്ട. അള്ളാഹ് തന്നതിനനുസരിച്ച് ഉപയോഗിച്ചോളാം. വൽ മശാരിബ് വൽ മലാബിസ്, ഡ്രസ്സ് തന്നതിനനുസരിച്ച് നല്ല ബ്രാൻഡ് ഡ്രസ്സ് തന്നെ ഇട്ടോളി. ഇതൊക്കെ നിനക്ക് അള്ളാഹു തന്നല്ലേ. വൽ മസാക്കിൻ, വീടുകൾ. അപ്പൊ എത്ര വീടാവാം പൈസക്കാർക്ക്? അത് വരുന്നുണ്ട്. ഇവിടെ ഒന്നും മടക്കേരിയിലാവാം, നമ്മളെ ഒരു വാറ്റയ്ക്ക് തന്നെ ആയി പറയുന്നത്. പിന്നെ ദുബായിൽ ബിസിനസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു വീട് എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്തിനാ ആടെയും വീട് ഈടെയും വീട്? അസൂയക്കാരെ ചോദിക്കും. അസൂയക്കാരെ പറയും അങ്ങനെ, ഒരു ആടെ പരിപാടിത്തിന് ഈടെയും പരിപാടിത്തിന് എന്താ അതിന്റെ ആവശ്യം? എന്താ ആവശ്യം? എന്താ പൈസ കൊടുത്തിട്ടുണ്ട് തന്നെ. ഒന്നും തെറ്റല്ല, നമ്മൾ വെറുതെ ഇങ്ങനെ തീനെ കുടിസാക്കാണ്. അള്ളാഹ് അനുവദിച്ച് ഇസ്രാഫ് ആവരുത്, അത്രയേ ഉള്ളൂ. പിന്നെയോ വൽ മനാകിഹ്, എന്ത് കല്യാണങ്ങൾ. കല്യാണങ്ങൾ എന്ന് പറഞ്ഞാൽ പൈസക്കാര് വെറുതെ പൈസ പൂറ്റി വെക്കാണ്. ഒരു പെണ്ണ് മാത്രം തിന്നാ മതിയോ? ബാക്കി എവിടെയോ 3 കൂടി ബാക്കിയില്ലേ?
അതൊക്കെ അള്ളാഹു ചില ആൾക്കാർക്ക് കൊടുക്കുന്ന നസീബാണ്. 2 കെട്ടാൻ പറ്റുക, 3 കെട്ടാൻ പറ്റുക, 4 ഭാര്യമാരും 4 ഭാര്യമാരിൽ 80 മക്കളും, ഇതൊക്കെ ഭയങ്കര തൗഫീക്കും വലിയ നസീബുമാണ് ദുനിയാവിൽ അള്ളാഹു കൊടുക്കുന്നത്. എല്ലാവർക്കും കിട്ടുന്നില്ല. ദാലിക ഫദ്ലുല്ലാഹി യുഅതി മയ്യശ. അള്ളാഹു ഉദ്ദേശിക്കുന്ന ചില ആളുകൾക്ക് മാത്രം കൊടുക്കുന്ന വലിയ നിഅമത്താണ് അത്. ഇവര് ഖാറൂനോട് പറഞ്ഞ നസീബ് ആണിത്. നല്ല വസ്ത്രം ധരിക്കാം, നിനക്ക് നല്ലോണം തിന്നാം, നല്ലോണം കുടിക്കാം, നിനക്ക് കുറെ കല്യാണം കഴിക്കാം. അന്ന് 4 ഇല്ല. അന്ന് എത്രയാവാം? മുഹമ്മദി ശരീഅത്തിലാണ് എന്ത് 4 നിശ്ചയിക്കപ്പെട്ടത്, അളവ് നിശ്ചയിച്ചത്. അതുകൊണ്ട് നിനക്കൊക്കെ അള്ളാഹു തന്നതാണ്. ഫഇന്ന ലിറബ്ബിക അലൈക ഹഖൻ. അതുകൊണ്ട് ആ തന്ന റബ്ബിനോട് നിനക്കൊരു ഹക്കുണ്ട്, നിന്റെ നഫ്സിനോട് നിനക്കൊരു ഹക്കുണ്ട്, നിന്റെ കുടുംബത്തോട് ഒരു ഹക്കുണ്ട്. അതൊക്കെ കൊടുത്ത് നീ ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള വഴിയായി ഈ പൈസനെ ആക്ക്. നീ അങ്ങനെ ദുനിയാവിൽ അഹങ്കരിച്ച് ഇങ്ങനെ ഒരു പൊളപ്പ് കാണിച്ച് ജീവിക്കല്ല. പിന്നെയോ വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. പൈസക്കാരൻ എന്തൊക്കെയാ ചെയ്യേണ്ടത് പറയുന്നുട്ടോ. ഖാറൂൻ എന്ന പൈസക്കാരനോട് ആ ജനതയിൽപ്പെട്ട സ്വാലിഹീങ്ങളായ ആൾക്കാർ ഇങ്ങനെ ഉപദേശിച്ചു എന്നുള്ള പറഞ്ഞു. അതായത് ഇങ്ങനെ ആവണം പൈസക്കാർ എന്നായി പറയുന്നു. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. നിനക്ക് അള്ളാഹു ഇങ്ങോട്ട് നന്മ ചെയ്തു തന്ന പോലെ നീ ഇവിടെ അള്ളാഹുവിന്റെ അടിമകൾക്ക് അങ്ങോട്ട് നന്മ ചെയ്തു കൊടുക്ക്. കാരണം പൈസക്കാർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾക്ക് പുരയെടുത്ത് കൊടുക്കണം. നാട്ടിലെ പാവങ്ങൾ വിചാരിച്ചത് നടക്കൂല. നാട്ടിലൊരു പൈസക്കാരനുണ്ടെങ്കിൽ അത് ഓന് മാത്രമുള്ള ചാൻസ് ആണ്, അവസരമാണ്. ഒരല്ല കൊടുത്ത് ഉപയോഗിച്ചിട്ട് ഒരടിമക്കൊരു കടപ്പാടുണ്ടാക്കി കൊടുക്കുക. അഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. നിന്നോട് അള്ളാഹു ഇങ്ങോട്ട് നന്മ ചെയ്ത പോലെ നീ അവന്റെ അടിമകൾക്ക് ഇവിടെ നന്മ ചെയ്യാൻ നീ ആ പൈസ ഉപയോഗിക്കുക. പിന്നെയോ വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്. നീ പൈസക്കാരനാണെന്നും പറഞ്ഞിട്ട് ദുനിയാവില് കുഴപ്പങ്ങൾ ഉണ്ടാക്കല്ല. എന്താ കാര്യം എന്നറിയോ? പൈസക്കാരൻ കുഴപ്പക്കാരനായിരിക്കും ദീനില്ലെങ്കിൽ. കാരണം പൈസനെ കൊണ്ട് എന്തും നേടാൻ. പോലീസുകാർക്ക് കൈക്കൂലി കൊടുക്കാം, പിന്നെ ജഡ്ജിക്ക് വരെ കൈക്കൂലി കൊടുക്കാം, പിന്നെ രാഷ്ട്രീയക്കാർക്ക് കൈക്കൂലി കൊടുക്കാം. ആരോടെങ്കിലും ദേഷ്യം വന്നു, വെറുപ്പ് വന്നു, ഓനെ എന്തു വേണമെങ്കിലും ആക്കാം പൈസ ഉണ്ടെങ്കിൽ. ആ തരത്തിൽ നീ ഫസാദ് ഉണ്ടാക്കി ജീവിക്കല്ല. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. അള്ളാഹു പറയാണത്, പൈസ ഉണ്ട് എന്നതിന്റെ പേരിൽ ആളുകളെ പൈസനെ കൊണ്ട് കെട്ടിമുറുക്കി പ്രയാസപ്പെടുത്തുന്ന സ്വഭാവം ഉണ്ടല്ലോ, അവരെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടൂല. അങ്ങനെയാണ് പൈസക്കാരുടെ പൊതുവെയുള്ള രീതി. എന്തും ചെയ്യും. എന്താ ധർമ്മസ്ഥലയിലെ പ്രശ്നം വന്നപ്പം ചർച്ച വന്നില്ലേ? പൈസക്കാർക്ക് എന്തും ചെയ്യാം, ആരും ചോദിക്കാനും പറയാൻ. ഇനി ആരെങ്കിലും ചോദിക്കാൻ വന്നാൽ തന്നെ പോലീസുകാർക്ക് പൈസ കൊടുത്തിട്ട് ഓനങ്ങ് ഉള്ളിലാക്കും, പിന്നെ അടിച്ചു പിഴിഞ്ഞ് ഓനെയും കൊല്ലും. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. ആ രീതിക്കാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ഇത് ഖാറൂനോട് അവന്റെ നാട്ടിലുള്ള സാലിഹ്യങ്ങളായ ആളുകൾ ചെന്ന് ഉപദേശിച്ച ഉപദേശങ്ങളായി അള്ളാഹു ഖുർആനിൽ പറയുന്നത് പണക്കാരൻ ഈ തരത്തിലുള്ള സൽസ്വഭാവങ്ങൾ ഉണ്ടാക്കണം എന്നർത്ഥത്തിലാണ്. സാലിഹ്യങ്ങളായ ചില ആളുകൾ അവനെ ഉപദേശിച്ച ഉപദേശങ്ങളാണ് അള്ളാഹു ഈ പറഞ്ഞത്. ഒന്ന്, ലാ തഫ്രഹ്. നീ അമിതമായിട്ട് ഇങ്ങനെ പുളകം കൊള്ളല്ല. ഇവർ കാണിച്ചിട്ട് പൊട്ടിച്ചിരിച്ചിട്ടുള്ള ജീവിതം അത് നല്ലതല്ല, അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. മറ്റൊന്ന്, നിനക്ക് അള്ളാഹു പൈസ തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നീ ആഖിറം ഉണ്ടാക്കാൻ നോക്കിക്കോ. കാരണം പൈസ ഇല്ലാത്തവർക്ക് നടക്കാത്ത പലതും പൈസ കൊണ്ട് നിനക്ക് സാധിച്ചെടുക്കാൻ പറ്റും. 3, വലാ തൻസ നസീബക മിനദ് ദുനിയ. ദുനിയാവിൽ അള്ളാഹു നിനക്ക് ചെയ്തു തന്ന ഈ നിന്റെ അനുഗ്രഹങ്ങൾ നീ മറക്കരുത്. അള്ളാഹു തന്നതാണെന്നുള്ള ഓർമ്മ വേണം. 4, വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. നിനക്ക് അള്ളാഹു ഇങ്ങോട്ട് നന്മ ചെയ്ത പോലെ നീ അവന്റെ അടിമകൾക്കും നന്മ ചെയ്തു കൊടുക്കുക. 5, വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്. ആ പൈസ ഉപയോഗിച്ച് നീ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനല്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല, മറിച്ച് നന്മ ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇത്രയും കാര്യങ്ങൾ ഖാറൂനോട് നാട്ടുകാരായ ചില സ്വാലിഹ്യങ്ങൾ ഉപദേശിച്ചു. അപ്പൊ ഇവർക്കുള്ള മറുപടിയായി ഇവൻ പറഞ്ഞ മറുപടി അള്ളാഹു അങ്ങനെ തന്നെ ഖുർആനിൽ പറഞ്ഞു. ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. നിങ്ങൾ ഈ പറയുന്നൊന്നും ശരിയല്ല. കാരണം എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഞാനത് കിട്ടാൻ അർഹനാണ് എന്ന് അള്ളാഹുവിനെ അറിയുന്നത് കൊണ്ട് എനിക്ക് തന്നതാ.
എനിക്ക് പൈസ തന്നാൽ മോശമാവൂല എന്നല്ലാക്ക് അറിയാലോ. എന്റെ ആ മേന്മയും എന്റെ മഹത്വവും ഒക്കെ അല്ലാക്ക് അറിയാം. അതുകൊണ്ട് ഓൻ എന്നെ ഏൽപ്പിച്ചതാണ്, അല്ലാണ്ട് അതൊരു ഔദാര്യമായിട്ട് തന്നെയൊന്നുമല്ല എന്ന കിബറിന്റെ വർത്തമാനം ഖാറൂന്റെ നാവെന്ന് വന്നു. ഉടനെ അള്ളാഹു പറഞ്ഞെന്താ അറിയോ? അവലം യഅലം. ഈ വർത്താനം പറഞ്ഞപ്പോ അതുകൊണ്ട് ഒരിക്കലും എന്ത് തോന്നിപ്പോണ്ട, എനിക്കിത് കിട്ടേണ്ടതല്ല, ഞാൻ അങ്ങനെ അധ്വാനിച്ചല്ലേ. അങ്ങനെ ചില പൈസക്കാർക്ക് തോന്നും, ചിലപ്പോ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും മുമ്പ്, കുടിക്കാൻ വെള്ളമില്ല കഞ്ഞിയില്ലാതെ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് വിയർപ്പൊഴുക്കിയിട്ട് ലാസ്റ്റ് പൈസക്കാരനായി. ഇപ്പം അതിനെ കൊണ്ട് ദാമുധൂമാക്കിയിട്ടുള്ള ജീവിതമാണ്. ചോദിച്ചാൽ പറയും, മോനെ കഴിഞ്ഞൊരു കാലമുണ്ട് എനിക്ക്, ഞാൻ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുണ്ടല്ലോ അതിൻ്റെ ഇതായിട്ട് എനിക്കത് തന്നതാണ്. അല്ല, അത് നോക്കിയിട്ടൊന്നും തന്നല്ല, നീ അങ്ങനെ കുറെ കഷ്ടപ്പെട്ടല്ലേ, ഇനിയിപ്പോ നീ കുറച്ച് സുഖിക്ക് എന്നൊന്നും പറഞ്ഞിട്ടല്ല അള്ളാഹു ആ പൈസ തരുന്നത്. അള്ളാഹു ചോദിക്കാൻ അവലം യഅലം, ഓനറിയില്ലേ അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂൻ, അവന് മുമ്പ് വന്ന സമൂഹങ്ങളിൽ കുറെ ആൾക്കാരെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ടല്ലോ. മൻ ഹുവ അശദ്ദു മിൻഹു ഖുവ്വതൻ വഅക്സറു ജംഅൻ, ഇവനേക്കാൾ അധികം ഞാൻ പൈസ കൊടുത്ത ആൾക്കാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവനേക്കാളും നല്ല ശക്തിയും ബലവും ആൾക്കാരും അടിമകളും ജോലിക്കാരും ഒക്കെയുള്ള കുറെ ടീം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അവരെയൊക്കെയും ഞാൻ നശിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇവനീ പറയുന്ന പോലെ അവർക്ക് അതിനുള്ള അർഹതയുള്ളത് കൊണ്ട് ഞാൻ കൊടുത്തതാണ്, പിന്നെ ഞാൻ നശിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ കൊടുത്തിട്ടുണ്ട്, അവരെ നശിപ്പിച്ചിട്ടുണ്ട്. വലാ യുസ്അലു അൻ ദുനൂബിഹിമുൽ മുജ്രിമൂൻ, ഈ തോന്നിവാസികൾ ചെയ്യുന്ന അവരുടെ പാപങ്ങളെ പറ്റി ചോദിക്കപ്പെടുക പോലുമില്ല, വിചാരണ പോലും ചെയ്യൂല. അതിന് മുമ്പ് എന്ത് ചെയ്യും? ഞാൻ അവരെ നശിപ്പിച്ചു കളയും. അങ്ങനെ പലരെയും ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്. അത് ഓനെ അറിയില്ലേ. പിന്നെ ഓൻ എന്ത് കണ്ടിട്ടാണ് എനിക്ക് അള്ളാഹ് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള അർഹതയുള്ളത് കൊണ്ട് അള്ളാഹു തന്നതാണ് എന്ന വർത്തമാനം ഓൻ എന്തിനാ പറയുന്നത്? അത് ശരിയല്ല. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഈ വിഷയം മറ്റു പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, ഫൈദാ മസ്സൽ ഇൻസാന ദുർറുൻ തആന, എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മളോട് ദുആ ചെയ്യും. സുമ്മ ഇദാ ഖവ്വൽനാഹു നിഅമതൻ മിന്നാ, പിന്നെ ഞാൻ അവർക്ക് നിഅമത്ത് കൊടുക്കുമ്പം ഖാൽ, ഓൻ പറയും ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ, അത് എനിക്ക് കിട്ടിയാൽ കൊള്ളും, അല്ലെങ്കിൽ എനിക്കത് കിട്ടേണ്ടതാണെന്ന് അള്ളാഹ്ക്ക് അറിയാം, ഞാൻ അർഹനാണ്, അതുകൊണ്ട് എനിക്ക് അള്ളാഹു തന്നതാണ് എന്ന കിബറിന്റെ വർത്തമാനം ഓൻ പറയും. ഒന്നുമില്ലാത്തപ്പോഴോ എന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ യാചിക്കും. കൊടുത്തു കഴിയുമ്പോൾ അതെനിക്ക് കിട്ടേണ്ടതന്നെ, അങ്ങനെ കിട്ടി എന്നും പറഞ്ഞിട്ട് അവൻ മേന്മ നടിക്കും. അങ്ങനെ ചില മനുഷ്യന്മാരുണ്ട്. വേറെ വാഴ്ച അള്ളാഹു പറഞ്ഞ പോലെ ഇൻ അദഖനാഹു റഹ്മതൻ മിന്നാ മിൻ ബഅദി ളറാഅ മസ്സതുഹു ലയഖൂലന്ന ഹാദാ ലി, ഓനെ അനുഭവിച്ച ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ ഞാൻ നീക്കി കൊടുത്തിട്ട് നല്ലൊരു അവസ്ഥയിലേക്ക് ഓനെ കൊണ്ടുവന്നാൽ പിന്നെ അങ്ങ് വിടും. ഇങ്ങനെ ഉണ്ടാവില്ല വരെ മനുഷ്യന്മാരും. പുതിയ പണക്കാർ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചതായിരിക്കും. പിന്നെ കാലം കുറച്ചിങ്ങനെ കഴിഞ്ഞ് വരുമ്പോൾ വലിയ നാട്ടിലെ വലിയ പൈസക്കാരനായിട്ടുണ്ടാവും. കഴിഞ്ഞതൊന്നും ഓന് ഓർമ്മയുണ്ടാവില്ല. ഓൻ എന്താ പറയാ? ഹാദാലി, ഇതെനിക്ക് കിട്ടിയതാണ്, പിന്നെ ഞാനോട് നന്ദി കാണിക്കണ്ട്? പിന്നെ ഞാൻ എന്ത് നന്മയായി പ്രത്യേകിച്ച് ചെയ്യണ്ട്? ഞാൻ അധ്വാനിച്ചു, ഞാൻ കഷ്ടപ്പെട്ടു, അപ്പൊ എനിക്ക് കിട്ടിയാൽ കിട്ടേണ്ടതാണെന്ന് അള്ളാഹ്ക്ക് അറിയാലോ, അങ്ങനെ എനിക്ക് അള്ളാഹ് തന്നു. ഇത് കിബറിന്റെ വർത്തമാനമാണ്. അതുകൊണ്ടന്നെ ഇവൻ ആൾക്കാരോട് പറഞ്ഞ ആ മറുപടിയോടുള്ള ഇഷ്ടക്കേട് അള്ളാഹു ഈ ആയത്തിലൂടെ പറഞ്ഞു. അവന് മുമ്പ് എത്ര പേര് വന്നിട്ടുണ്ട്, അവരെയൊക്കെ ഞാൻ നശിപ്പിച്ചു കളഞ്ഞിട്ടില്ലേ, അതോൻ അറിയുന്നില്ലേ, പിന്നെ ഓൻ എന്ത് വർത്തമാനമാണ് ഈ പറയുന്നത്? മാത്രമല്ല, ഒരിക്കലും ഒരുപാട് സമ്പത്ത് കിട്ടുന്നതും ഒരുപാട് മക്കളെ കിട്ടുന്നതും വലിയ കുടുംബനാഥനാവുന്നതൊന്നും അള്ളാന്റെ മുഹബ്ബത്തിന്റെ അടയാളമായി കാണണ്ട. മുഹബ്ബത്തിന്റെ അടയാളം അല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്കീനായി ജീവിച്ച ആളാണ്. അള്ളാഹ്ക്ക് മുഹബ്ബത്ത് ഇല്ലായിട്ടല്ലല്ലോ. അള്ളാഹു പറഞ്ഞു, വമാ അംവാലുക്കും വലാ ഔലാദുക്കും ബില്ലതി തുഖർരിബുക്കും ഇൻദനാ സുൽഫാ, അവർക്ക് ഞാൻ കൊടുത്ത സ്വത്തോ അവരുടെ മക്കളോ എന്നെയും ഞാനുമായി അവരെ അടുപ്പിക്കാനുള്ള എന്തെങ്കിലും മേന്മയൊന്നുമല്ല. അങ്ങനെയൊന്നും വിചാരിച്ചു പോണ്ട. എനിക്കൊരോട് എന്തോ പ്രത്യേകിച്ച് താല്പര്യമുണ്ട്, പ്രത്യേകിച്ച് എന്തോ ഒരു അടുപ്പവും സ്നേഹവും ഉണ്ട്, അവനോട് കുറെ പൈസ ഞാൻ കൊടുത്തു, അതൊന്നും വിചാരിക്കണ്ട. ഇല്ലാ മൻ ആമന വഅമില സാലിഹൻ, പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, മക്കൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇല്ലാ മൻ ആമന വഅമില സാലിഹൻ, തൗഹീദ് ഉണ്ട്, സുന്നത്തനുസരിച്ചുള്ള ജീവിതമുണ്ട്, സാലിഹായ അമലുണ്ട്, അവനൊഴികെ അവർക്ക് ഞാനുമായിട്ട് എന്ത് ചെയ്യാം? അടുക്കാം. അല്ലാണ്ട് പൈസ കൊണ്ടും മക്കളെ കൊണ്ടൊന്നും എന്നോട് ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് തന്നതൊന്നും വിചാരിച്ചു പോണ്ട.
മറ്റൊരു ഭാഗത്ത് അല്ലാഹു പറഞ്ഞു അയഹ്സബൂന അന്നമാ നുബിദ്ദുഹും ബിഹി മിൻ മാലിൻ വബനീൻ നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത്. ഒരാൾക്ക് ഞാൻ കുറെ മക്കളും കുറെ സമ്പത്തും കൂട്ടിക്കൊടുക്കുന്നത് ഞാൻ അവർക്ക് നന്മ ചെയ്യുന്നു എന്നാണോ അവർ വിചാരിക്കുന്നത്? അങ്ങനെ വിചാരിച്ചു പോണ്ട, അത് പരീക്ഷയാണ്. പൈസ കിട്ടുന്നുണ്ടെങ്കിൽ പരീക്ഷണമാണ്, മക്കൾ കൂടുന്നുണ്ടെങ്കിൽ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കിയാ മതി എന്ന് ഖാറൂനോട് അള്ളാഹു തിരുത്തി കൊടുത്തിട്ട് പറയാൻ. ഒരങ്ങനെയാ പറഞ്ഞത്, എനിക്ക് അർഹതയുള്ളത് കൊണ്ടെന്ന് നന്നതാണ്, അങ്ങനെ പറഞ്ഞു പോണ്ട, അള്ളാഹുവിന്റെ ഔദാര്യമാണ്. സാലിഹ്യങ്ങളായ ആൾക്ക് അവനെ വിട്ടിട്ട് പോയി. ഇവൻ കേൾക്കുന്നില്ല, ഇവൻ കിബറിന്റെ വർത്താനം തന്നെ പറയുന്നു. ദിവസങ്ങൾ കഴിയുന്നു, ഓനോന്റെ ആ ധിക്കാരത്തിലും അതിലും ഇങ്ങനെ ഒഴിക്കുന്ന ജീവിക്കുന്നു. ഒരു ദിവസം ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതി, സൂറത്തുൽ ഖസസ് അല്ലാഹു പറയാൻ, ഒരു ദിവസം ഖാറൂൻ അവന്റെ ആ പ്രൗഢമായ വസ്ത്രവും ആ വാഹനവും, കുതിരയായിരിക്കും, വിലപിടിപ്പുള്ള കുതിര, അവന്റെ പട്ട് ഉടയാടകളും ആഭരണങ്ങളും, അവന്റെ കൂടെ കുറെ സേവകന്മാരായ ആളുകളും, പിന്നെ അവന്റെ വാഹന വ്യൂഹം ഉണ്ടാവുമല്ലോ, പൈസക്കാരൊക്കെ വരുമ്പോണ്ടാകുന്നുണ്ടല്ലോ, അങ്ങനെ ഭയങ്കരമായ ഭംഗിയിൽ മോടിയിൽ ആൾക്കാർക്കിടയിലേക്ക് ഒരു ദിവസം ഓനിങ്ങനെ ഇറങ്ങി വന്നു. അപ്പോൾ അവന്റെ കിബിർ ശരിക്കും പുറത്ത് കാണിക്കുന്ന ഒരു വരവാണ് ആ വന്നത്. ഇത് കണ്ടപ്പം ദുനിയാവിന്റെ പ്രേമികളായ ചില ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു ആ നാട്ടില്. അള്ളാഹു നമ്മളെ ഇന്ന് കാക്കട്ടെ. ഇവര് പറഞ്ഞു, യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ. ഇവന്റെ എല്ലാം ഒരു എന്താ പറയാ, ഒരു ഭാഗ്യം, എമ്മാതിരി കാറില ഓൻ്റെ യാത്ര, ഓൻ്റെ എല്ലാം പോരെ, എന്ത് പോരെ, ഓനിട്ട് ഷൂ എല്ലാം നോക്കിയേ. യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ. ഇവന് കിട്ടിയ പോലെ ഒന്നും എനിക്കും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കലില്ലേ? ഇല്ലല്ലേ? മാഷാ അല്ലാഹ്, വറക്കല്ലാഹു ഫീക്കും. ആഗ്രഹം നല്ലതല്ല, അതിൻ്റെ പേരാണ് ആർത്തി. നല്ലതല്ല, അത് നമ്മളെ നശിപ്പിക്കും. എന്തുകൊണ്ടറിയോ? ഓനെപ്പോലെ ആവാനുള്ള പണിയെടുക്കും. അപ്പോഴാണ് MDMA കടത്താൻ പോവുക, സ്വർണ്ണ ബിസ്ക്കറ്റ് ബാക്കിൽ വെച്ചിട്ട് കടത്തുക, പിന്നെ കൊല്ലാൻ പോവുക, ഇതിനെല്ലാം പോവും ഈ ദുനിയാവിൻ്റെ ആർത്തി വന്നാൽ. കഴിഞ്ഞൊരു മാസം മുമ്പ് കാസർഗോഡ് ജില്ലയിലെ പയ്യന്നൂര് കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും ഒരു പെണ്ണിനെ പിടിച്ചു. മഷൂദ 23 കോടി രൂപയുടെ MDM മുട്ടായിക്കുള്ളിൽ കിടത്തിയത്. ഞാൻ മക്കത്താ ഉള്ളത്. ഇവിടെ ഉമ്മനെ വിളിച്ചപ്പം ഉമ്മ പറയുന്നു, അല്ലടാ നീ വാർത്ത അറിഞ്ഞില്ല? ഉമ്മ പഴയ ഉമ്മ, ദുനിയാവറിയാത്ത ഉമ്മ ചോദിക്കുന്നു, നീ അറിഞ്ഞില്ല? എന്തെന്നുമ്മ? അല്ലടാ, ഒരു പെണ്ണിനെ കോഴിക്കോട് നിന്ന് ഇങ്ങനെ പോലീസ് പിടിച്ചിട്ടേ, കഞ്ചാവിന്റെ. ഈ ഉമ്മക്കെന്താ? അത് ആരെന്നറിയോ? ഇല്ല, അത് നമ്മളെ അപ്പുറത്തുള്ള പെണ്ണാണ്. എൻ്റെ പേർക്ക് അയൽവാസി ചക്കൻ കെട്ടിയ പെണ്ണാണത്. തൃക്കേപ്പൂര്. ആർക്കൊക്കെ നഷ്ടം, കുടുംബം, തറവാട്, പേര് എല്ലാം. അള്ളാഹു നമ്മളെ ഉമ്മത്തിനെ കാക്കട്ടെ. ഈ കഞ്ചാവ് പിടിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല ആ ഒരു രസത്തിൽ എന്തൊക്കെയാ നഷ്ടാവുന്ന ദുനിയാവിൽ. യുവത്വം പാപ്പരായില്ലേ, ആളുകൾക്ക് വിലയില്ല, ആളുകൾക്കൊരു ആദരവില്ല, ബഹുമാനമില്ല. ആര് കണ്ടാലും പോയി കഴിഞ്ഞു, ജീവിതം കഴിഞ്ഞു. ആളുകളുടെ മനസ്സിൽ നമ്മളെ സംബന്ധിച്ചുള്ള ആ പേര് പോയാൽ പിന്നെ കഴിഞ്ഞില്ലേ. ഓരോ മക്കള് പുതിയാപ്പിള വരുമോ? അത് മറ്റവൻ്റെ കള്ളുടിയൻ്റെ മോളാണ്. ആ മോൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ആ മോള് പാവം 18 വയസ്സ് വരെ വളരെ ദീനിയായി ജീവിച്ച മോളായിരിക്കും. പക്ഷെ ഈ ഉപ്പാന്റെ ഈ തോന്നിയ മാസം ഒറ്റ കാരണം കൊണ്ട് ഓളെ ജീവിതം നശിക്കും. ഇനി ആ പെണ്ണിന്റെ ഉപ്പാക്കും ഉമ്മാക്കും നാട്ടുകാരെ മുഖത്ത് നോക്കാൻ പറ്റും? ഒരു പെണ്ണ് തായ്ലൻഡിൽ നിന്ന് അബൂദാബി വഴി കോഴിക്കോടേക്ക് 23 കോടിയുടെ മയക്കുമരുന്ന് കടക്കുന്ന ഒരു പെണ്ണ്, ആ കുടുംബം നശിച്ച് ചാറുമാറായില്ലേ? അവരെ ഇസ്സത്ത് മൊത്തം പോയില്ലേ? അള്ളാഹു ഒരു കാര്യം വെറുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ കുറെ ഹിക്മത്തുണ്ട്. അതിൻ്റെ അടുത്തേക്ക് പോയാൽ ഉള്ളതെല്ലാം താറുമാറാം. ആർത്തിയ ദുനിയാമ ഉണ്ടാക്കാനുള്ള വെപ്രാളം, അതിനുവേണ്ടി എല്ലാ അതിർവരമ്പുകളും വിട്ടുകടന്ന് എല്ലാം താറുമാറാക്കി ഇപ്പൊ ജയിലുമായി പോകും. ജീവിതം പച്ചക്കൻ തലാക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുക. ഇതാണ് അവസ്ഥ.
ഖാറൂന്റെ കാലത്തുണ്ട് അങ്ങനത്തെ മനുഷ്യന്മാർ. അല്ലാഹു ആ സ്വഭാവത്തെ തൊട്ട് കാക്കുമാറാവട്ടെ. യാ ലൈതലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ. ഖാറൂന് കിട്ടിയ പോലെ നമുക്കും കിട്ടിയെങ്കിൽ ഇന്നഹു ലദു ഹദ്ദിൻ അദീം എന്ന് പറയില്ലേ, ഓൻ്റെ തലക്ക് വരച്ച വടി കൊണ്ടൊന്നും എറിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. ലദു ഹദ്ദിൻ അദീം, ഓൻ്റെ ഭയങ്കര ഭാഗ്യം തന്നെ, ഓന് കിട്ടിയ പോലെ എന്തെങ്കിലും നമുക്കൊന്ന് കിട്ടിയെങ്കിൽ എന്ന് ഇവന്റെ ഈ വാഹനവും ഈ നടത്തവും വേഷവും കോലവും ഒക്കെ കണ്ടപ്പം ദുനിയാവിന്റെ ആൾക്കാർ പറഞ്ഞുപോയി. ഇത് കേട്ടപ്പം അവിടെ ഉണ്ടായിരുന്ന ചില ഉലമാക്കൾ അവരെ ഉപദേശിച്ചു. ആലിമീങ്ങൾ അങ്ങനെയാവണം ശരിക്കും. അല്ലാഹു ആ കൂട്ടത്തിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുനിയാവിനോട് ആർത്തി പാടില്ല. ദുനിയാവ് അല്ലാഹു തരും, ഉറപ്പാണ്. കാളിന്റെ ചോട്ട് കൊണ്ട് വെച്ച് തരും, ഉറപ്പാണ്. ആലിമീങ്ങൾ ആർത്തിപ്പണ്ടാരങ്ങളായാൽ ഉമ്മത്ത് നശിച്ചല്ലേ. എൻ്റെ ഉപ്പ എപ്പോഴും പറയുന്നുണ്ട്, ആലിമീങ്ങൾക്ക് ഒരിക്കലും ബാങ്ക് ബാലൻസ് ഉണ്ടാകാൻ പാടില്ല. നശിക്കും. ഓനെപ്പോഴും കാര്യം ഇങ്ങനെ നടന്നു പോയാൽ മതി. മിസ്കീനായിരിക്കണം. മിസ്കീൻ ആഴ്ചക്ക് ശമ്പളം കിട്ടുന്നു, അടുത്ത വ്യാഴാഴ്ച നമുക്ക് അത് കഴിഞ്ഞു. പിന്നെ വെള്ളിയാഴ്ച പൈസ കിട്ടി, അടുത്ത വ്യാഴാഴ്ച നമുക്ക് അത് കഴിഞ്ഞു. അങ്ങനെയേ ആകാവൂ. ഇല്ലെങ്കിൽ കാണുന്നില്ലേ, പൈസക്കാരായ ആലിമീങ്ങൾ കാണുന്നില്ലേ, സാധാരണക്കാരനൊന്നും ഒന്നുമല്ല അവരുടെ മുമ്പിൽ കിട്ടാൻ പാടില്ല. പിന്നെ അവൻ്റെ ഇൽമ് പ്രകാശമില്ലാത്ത ഇൽമാവും. എന്നാൽ മുത്തഖിയായ മുഖ്ലിസായ ദീനിന്റെ ഉള്ളറിയുന്ന ഉലമാക്കൾക്ക് പൈസ ഉണ്ടെങ്കിൽ അത് ഉപകാരപ്രദാവും ചെയ്യും. നമ്മളങ്ങനെ ആയിട്ടില്ലല്ലോ. കാരണം ഒരുപാട് ആലിമീങ്ങളുണ്ട്, മുൻഗാമികൾ. ഇമാം മാലിക് റഹ്മഹുല്ലാഹു തആല, അബൂ ഹനീഫ റഹ്മഹുല്ലാ, വലിയ വലിയ കച്ചവടക്കാരും കോടീശ്വരന്മാരുമാണ്. പക്ഷെ അവരുടെ ആ പണം അവരുടെ ദീനിനെ തൊട്ടില്ല. അതാ ഒരു പ്രത്യേകത. സഹാബാക്കളുടെ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് അത്ജറു ഖുറൈശ്, ഖുറൈശികളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ കച്ചവടക്കാരനാണ് അബൂബക്കർ സിദ്ദീഖ് തന്നെ. ദീനിനെ തൊട്ടില്ല. അപ്പൊ ഈ ആലിമീങ്ങൾക്ക് ഇത് മനസ്സിലായി. ഈ സാധാരണക്കാരൻ ഖാറൂൻ ഇത് കണ്ടിട്ട് ആർത്തി വന്നിട്ടായി ഇത് പറയുന്നത്. അപ്പൊ അവര് പറഞ്ഞു, ഇൽമു നൽകപ്പെട്ട ആ നാട്ടിൽ അന്നുണ്ടായിരുന്ന ആലിമീങ്ങൾ പറഞ്ഞു, വൈലക്കും, നിങ്ങൾക്ക് നാശം, നിങ്ങൾ എന്ത് വർത്തമാനായി പറഞ്ഞത്, സവാബുല്ലാഹി ഖൈറുൻ, അള്ളാന്റെ അടുത്തുള്ളതാണ് ഏറ്റവും നല്ലത്, ലിമൻ ആമന വഅമില സാലിഹ, ഈമാൻ ഉറപ്പിക്കുകയും സാലിഹായ അമൽ ചെയ്യുകയും ചെയ്താൽ ഇവന്റെ അടുത്തുള്ളതല്ല കിട്ടേണ്ടത്, അള്ളാന്റെ അടുത്തുള്ള സ്വർഗമാണ് ആഗ്രഹിക്കേണ്ടതും ഇങ്ങനെ പറയേണ്ടതും. ആ സഹാബത്തിന് കിട്ടിയ സ്വർഗം നമുക്കൊന്ന് കിട്ടിയെങ്കിൽ അങ്ങനെ വേണം നമ്മൾ ആഗ്രഹിക്കാൻ. ദുനിയാവിലെ പൈസക്കാരന്റെ പൈസ കണ്ടിട്ട് അങ്ങനെയാവാൻ കൊതിക്കുകയല്ല വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അള്ളാഹു അവന്റെ മുഅ്മിനീങ്ങളായ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തെ സംബന്ധിച്ച്, മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്ത, വലാ ഉദുനുൻ സമിഅത്, ഒരു ചെവിയും കേൾക്കാത്ത, വമാ ഖതറ അലാ ഖൽബി ബശർ, മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത അസ്വർഗം. അതാണ് ഖൈറുൻ ലിമൻ ആമന വഅമില സാലിഹ. ഈമാനും അമൽ സാലിഹും ഉണ്ടെങ്കിൽ അതാണ് കാണേണ്ടത്, അതാണ് ആഗ്രഹിക്കേണ്ടത്. അല്ലാണ്ട് ഈ ഖാറൂന്റെ ഈ പൈസ കണ്ടിട്ട് അത് കൊതിക്കല്ല വേണ്ടത് എന്ന് ആലിമീങ്ങളായ ആളുകള് അവനെ ഉപദേശിച്ചു. പക്ഷേ ഓന്റെ കിബറ് കൂടി എന്നല്ലാതെ നാട്ടുകാര് പറഞ്ഞിട്ട് പോയി, വേറെ വഴിയില്ലല്ലോ. അങ്ങനെ ആഗ്രഹിച്ചവരെ കൊണ്ട് കിട്ടുമൊന്നുമില്ലല്ലോ. ഇവനെ കണ്ടപ്പോ എന്നാ മതിയ, ആലിമീങ്ങൾ ഉപദേശം കേട്ടു, അവനങ്ങ് പോയി. ഒരു ദിവസം മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന സമയം ഖാറൂനും അവന്റെ പരിവാരങ്ങളും തൊട്ടടുത്തുകൂടി കടന്നുപോയി. അപ്പൊ ഖാറൂൻ പറഞ്ഞു മൂസയോട്, മൂസ അലൈഹിസ്സലാം, നിനക്ക് അല്ലാഹു റിസാലത്ത് തന്നു, നിന്നെ നബിയാക്കി, നീ വലിയ ആളായി, ആൾക്കാർക്ക് ഉപദേശം പറഞ്ഞു കൊടുക്കുന്ന ആളായി. എനിക്ക് പൈസ തന്ന് എന്നെ വലിയ ആളാക്കി, നിന്നേക്കാളും വലുത് ഞാൻ തന്നെയാണ്. രണ്ട് കിബറിന്റെ വർത്താനം പറഞ്ഞിട്ട് അങ്ങ് പോയി. മുസ്ലിമിന്റെ മനസ്സിനത് കൊണ്ടു. കാരണം ഈ ആൾക്കാര് ദീൻ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ദീനിനെ ഫസാദാക്കുന്ന വർത്താനാണ്. കാരണം ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന പൈസ കിട്ടൂല, ഇവന്റെ വൈക്ക് പോയാൽ ഇവനെ പോലെ ആവാം എന്ന് തോന്നിച്ച് സാധാരണക്കാർക്ക് ഉണ്ടാവും. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ, ഇവനെ ഒരു പാഠം നീ പഠിപ്പിക്കണം. ഇത് ഖാറൂൻ അറിഞ്ഞു. ഖാറൂൻ
മനസ്സിന് ദേഷ്യം വന്നു. പൈസക്കാർക്ക് ദേഷ്യം വന്നാൽ എന്താ ചെയ്യാം? കളിക്കും, പൈസ വാരി എറിയും. പൊതുവെ നമ്മളെ കേരളത്തിലൊക്കെ ഇപ്പം മെയിനായിട്ട് നടക്കുന്നത് അങ്ങനെയാണ്. ഇവരെന്താ ചെയ്തെന്നറിയോ? ഒരു വേശ്യപ്പെണ്ണിനെ പോയിട്ട് കണ്ടിട്ട് പൈസ കൊടുത്തു. ഖാറൂൻ പിന്നെ പറഞ്ഞു, നീ മൂസ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ ഇടയിലേക്ക് കയറി ചെല്ലണം. എന്നിട്ട് പറയണം, മൂസ എന്നോട് എൻ്റെ ശരീരം ആവശ്യപ്പെട്ടിരുന്നു. മഅദല്ലാഹ്. പൈസക്കാർക്ക് ആ സ്വഭാവം ഇന്നുണ്ട്. കാരണം പെണ്ണ് വെച്ച് കളിച്ചാൽ എന്തായി? തകർന്ന് തരിപ്പണായി. അതിന്നും രാഷ്ട്രീയക്കാരും കളിക്കുന്നുണ്ട്, പൈസക്കാർ ബിസിനസ് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം ഉണ്ടാവല്ലോ, അവരും കളിക്കുന്നുണ്ട്, എല്ലാവരും കളിക്കുന്നുണ്ട്. ഈ പെണ്ണ് അതേപോലെ വന്നു. മൂസ അലൈഹി ഇസ്ലാം ബനൂ ഇസ്രായീലിന് ക്ലാസ് തൗറാത്ത് വായിച്ച് ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പം ഈ വേശ്യപ്പെണ്ണ് വന്നിട്ട് അനാവശ്യ വർത്താനം പറഞ്ഞു. മുസ്ലിം ദുആ ചെയ്തു, അല്ലാഹുവേ ഇനി വിട്ടാൽ ശരിയാവില്ല, നീ എൻ്റെ ദുആക്ക് ഉത്തരം തരണം, നീ ഭൂമിയെ എനിക്ക് അധീനപ്പെടുത്തി തരണം, എൻ്റെ കൽപ്പന അനുസരിക്കുന്ന തരത്തിൽ ഭൂമിയെ എനിക്ക് കീഴ്പ്പെടുത്തി തരണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഭൂമിയെ കീഴ്പ്പെടുത്തി കൊടുത്തു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയോട് പറഞ്ഞു, ഖാറൂനെയും അവൻ്റെ കൊട്ടാരങ്ങളെയും വിഴുങ്ങിക്കളയാൻ. ഭൂമി പിളർന്നു, ഖാറൂനെ വിഴുങ്ങി. മൂസ നബിയുടെ ദുആ അല്ലാഹു കബൂൽ ചെയ്തു. ഇത് പറഞ്ഞിട്ട് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബൈന റജുലുൻ, ശ്രദ്ധിക്കണേ, ബൈന റജുലുൻ, ഒരാള്, യജുറു ഇസാറഹു, അവന്റെ വസ്ത്രം നിര്യാണിക്ക് താഴെ വലിച്ചിഴച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. നിര്യാണിക്ക് താഴെ വസ്ത്രം ഉടുക്കൽ എന്താണ്? ഹുക്കം എന്താണ്? ഹറാം, ഫിന്നാർ, നരകത്തിലാണ്. വലിച്ച് ഇങ്ങനെ നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഭൂമി പിളർന്ന് അവനെ ഭൂമിയുടെ അടിയിലേക്ക് അങ്ങ് കൊണ്ടുപോയി. എന്നിട്ട് പറയാൻ, അന്ത്യനാൾ വരെ അവൻ ഭൂമിയുടെ ഉള്ളിലേക്ക് ഒരു പ്രത്യേക ശബ്ദത്തോടുകൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കിബറന്മാരുടെ അവസ്ഥ ഇതായിരിക്കും. പക്ഷെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെ അള്ളാഹു മൊത്തത്തിലുള്ള അദാബ് കൊണ്ട് പരീക്ഷിക്കൂല എന്ന് വഅദ ചെയ്തതാണ്. അതുകൊണ്ടാണ് ഈ ഉമ്മത്ത് രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ അതേപോലെ ഭൂമിക്ക് അടിയിലേക്ക് പോവേണ്ട ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. നെയ്യാണിക്ക് താഴെ വസ്ത്രമെടുക്കൽ നിസ്സാര സംഗതി അല്ല കേട്ടോ, ചെറിയ തെറ്റല്ല. ഒന്ന് നരകത്തിലാണ്, മറ്റൊന്ന് ലാ യൻദുറുല്ലാഹു ഇലൈഹിം, അള്ളാഹ് അവരെ തിരിഞ്ഞു നോക്കൂല. വലാ യുസക്കീഹിം, അവരെ സംസ്കരിക്കൂല. വലാ യൻദുറുല്ലാഹു ഇലൈഹിം വലാ യുസക്കീഹിം, അള്ളാഹു തിരിഞ്ഞു നോക്കൂല, അവരെ സംസ്കരിക്കും. വലാ യുകല്ലിമുഹും, അവരോട് വർത്താനവും പറയില്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെ അവഗണിച്ച് തള്ളിക്കളയും. അവർ നരകത്തിന്റെ ആൾക്കാരായിരിക്കും. അത് കണ്ട കാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ വെച്ച് പറഞ്ഞത് വസ്ത്രം വലിച്ചിഴച്ച് നടക്കുകയായിരുന്നു. അപ്പൊ തന്നെ ഭൂമി അയാളെ വിഴുങ്ങുകയും ചെയ്തു. വേറൊരു റിവായത്ത് കാണാം, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബൈന റജുലുൻ ഫീമൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിലെ ഒരാള് ഖറജ ഫീ ബുർദൈനി അഖ്ദറൈൻ, രണ്ട് പച്ച പുതപ്പും പുതച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. യഖ്താലു ഫീഹിമ, വെറുതെ അല്ല, അതിങ്ങനെ പുതച്ചിട്ട് കുറച്ചൊരു കിബറിന്റെ ഒരു അഹങ്കാരത്തിന്റെ നടത്തം നടക്കുകയായിരുന്നു. അമറല്ലാഹുൽ അർദ, അപ്പൊ തന്നെ അള്ളാഹു ഭൂമിയോട് കൽപ്പിച്ചു. ഫഅഖദതുഹു, ഭൂമി അയാളെ അടിയിലേക്ക് അങ്ങ് കൊണ്ടുപോവുകയും ചെയ്തു. കിബർ ഒരിക്കലും അള്ളാഹ്ക്ക് പിടിക്കൂല. അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ അത് ഔദാര്യമായി കണ്ടോളണം, അതിനനുസരിച്ച് നിന്നോളണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖാറൂനും അവന്റെ കൊട്ടാരങ്ങളും എല്ലാം കൂടി ഭൂമിക്ക് അടിയിലേക്ക് പോയി. ആൾക്കാർക്കിടയിൽ ഭയങ്കര ചർച്ചയായി. ഒന്നും കാണാനില്ല, ഇവന്റെ നിധിയോ കൊട്ടാരമോ വാഹനങ്ങളോ ഒന്നുമില്ല. എല്ലാടിയിൽ പോയി, ഭൂമി സാധാ പോലെയായി, ഒരു പൊടി പോലും കാണാനില്ല, അങ്ങനത്തെ ഒരു ചരിത്രേ ഇല്ലാത്ത പോലെയായി. ഇത് കണ്ടപ്പോ അള്ളാഹു പറയാൻ, ഇന്നലെ ചില ആൾക്കാർ അവനെ കണ്ടപ്പോ എന്ത് പറഞ്ഞു? ഓ, ഈ ഖാറൂന് കിട്ടിയ പോലെ അമ്മക്ക് കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ച അവര് പറയാൻ തുടങ്ങി, യാ ലൈത വൈക അന്നല്ലാഹ
യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ എന്ന് ഇന്നലെ പറഞ്ഞ ആളുകൾ ഇപ്പം പറയാൻ തുടങ്ങി, പിന്നെ നമുക്കെങ്ങാനും അള്ളാഹു ഇങ്ങനെ തന്നിരുന്നുവെങ്കിൽ അവനെപ്പോലെ നമ്മളും പൊയ്പോയനെ, കിട്ടാത്തത് ഭാഗ്യമായി പോയി എന്ന് ഇന്നലെ ആഗ്രഹിച്ചവര് പറയുകയുണ്ടായി എന്ന് അള്ളാഹു അവന്റെ ഖുർആനിൽ നമ്മളെ കേൾപ്പിക്കാൻ. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അങ്ങനെയാവരുത്. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖാറൂന്റെ ഈ കഥ പറഞ്ഞിട്ട് പറഞ്ഞു, തിൽക്കദ്ദാറുൽ ആഖിറ. അതുകൊണ്ട് അടിമകളെ, ദുനിയാവല്ല വിഷയം, ആഖിറമാണ്. നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദി വലാ ഫസാദ. ആ ആഖിറം ഞാൻ നൽകുന്നത് ദുനിയാവിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാത്ത, കിബ്ർ കാണിക്കാത്ത ആളുകൾക്ക് മാത്രമാണ്. വൽആഖിബതു ലിൽമുത്തഖീൻ. അവസാന വിജയം തഖ്വയുള്ളവർക്കായിരിക്കും. ദുനിയാവിൽ നോക്കിയിട്ടല്ല അള്ളാഹു വിജയം പരിഗണിക്കുക. മൻ ജാഅ ബിൽ ഹസന. അതുകൊണ്ട് ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ ഫലഹു ഖൈറും മിൻഹ, ഓൻ ചെയ്തതിനേക്കാൾ നല്ലത് ഞാൻ അവന് പകരം കൊടുക്കും. വമൻ ജാഅ ബിസ്സയ്യിഅ. ഒരു തിന്മ ആരെങ്കിലും ചെയ്താൽ ഫലാ യുജ്സല്ലദീന അമലു സയ്യിആതി ഇല്ലാ മാ കാനൂ യഅമലൂൻ. എന്താണോ ചെയ്ത തെറ്റ് അതിനുള്ള ശിക്ഷ ഞാൻ കൊടുക്കുള്ളൂ. നന്മ ചെയ്താൽ അതിനേക്കാളും ഖൈർ ഞാൻ നിങ്ങൾക്ക് തരും. അതുകൊണ്ട് ആഖിറം ലക്ഷ്യമാക്കി കിബറൊന്നും ഇല്ലാതെ അള്ളാഹു തന്ന നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്ത്, ആളുകളോട് നന്മ ചെയ്ത്, അള്ളാഹുവിനോട് നന്ദി പറഞ്ഞ് ആഖിറം ചിന്തിച്ച് ജീവിച്ചോളിൻ. ഇതാണ് അള്ളാഹു തരുന്ന സൂറത്തുൽ ഖസസിലെ ഖാറൂന്റെ കഥയിലെ പാഠം. അള്ളാഹു വിനയാന്വിതരായ നന്ദിയുള്ള അടിമകളായി ജീവിക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.